ഇന്ന് നമ്മൾ പഠിക്കുന്നത് സമാഗമന കൂടാരത്തെക്കുറിച്ചാണ്. പുറപ്പാട് പുസ്തകം 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. 1-ാമത്തെ അധ്യായം മുതൽ 18-ാം അധ്യായം വരെ പുറപ്പാട്, 19 മുതൽ 24 വരെ ന്യായപ്രമാണം, 25 മുതൽ 40 വരെ സമാഗമന കൂടാരം. ഞാൻ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞു പഠിപ്പിച്ചാണ്, എന്നാലും ചിലരൊന്നും ഓർക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓർത്തിരിക്കുക. അതിൽ ലാസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അവസാനത്തെ 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ. അവിടെ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സമാഗമന കൂടാരമെന്നും ഇതിലെ ഉപകരണങ്ങളും അതിൻ്റെ ലേഔട്ടും എന്താണെന്നും അറിയാൻ പിക്ചർ നോക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പടം നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. ഏകദേശം BC 1450 ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ ജനത വാഗ്ദത്ത കനാൻ ദേശത്തേക്കുള്ള മരുഭൂയാത്രയ്ക്കിടയിൽ കൊണ്ടു നടക്കാൻ സാധിക്കും വണ്ണം നിർമ്മിച്ച ആലയമാണ് സമാഗമന കൂടാരം. നിയമപ്പെട്ടകത്തിൻ്റെ ആദ്യ വിശ്രമ സ്ഥലമായ സമാഗമന കൂടാരം ദൈവത്തിനായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ആലയമാണ്. കനാൻ ദേശം കൈയടക്കുന്നതുവരെ 40 വർഷത്തെ മരുഭൂയാത്രയ്ക്കിടയിൽ സൃഷ്ടിതാവും പാലകനുമായ ദൈവത്തിന് ആരാധനയും ബലികളും അർപ്പിക്കപ്പെട്ടത് ഈ ആലയത്തിലാണ്. സമാഗമന കൂടാരം, തിരുനിവാസം, സാക്ഷ്യകൂടാരം എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. സമാഗമന കൂടാരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ കൃപാസനം, പെട്ടകം, ധൂപപീഠം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, താമ്രത്തൊട്ടി, യാഗപീഠം. പെട്ടകത്തിനകത്തെ വസ്തുക്കൾ നിയമത്തിൻ്റെ കൽപ്പലകകൾ, മന്നയിട്ട് വെച്ച പൊൻപാത്രം, അഹരോൻ്റെ തളിർത്ത വടി. ആലയത്തിൻ്റെ മറശീലകളും മൂടുവിരികളും. തിരശീല അത് ആലയത്തിനകത്താണ്. മൂടുശീല ആലയത്തിൻ്റെ മുൻവശം. പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള മൂടുവിരി, കോലാട്ട് രോമം കൊണ്ടുള്ള മൂടുവിരി, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ടുള്ള മറശീല, തകശു തോൽ കൊണ്ടുള്ള പുറം മറശീല. ആലയം പണിക്ക് ഉപയോഗിച്ച പ്രധാന വസ്തുക്കൾ സ്വർണം, വെള്ളി, താമ്രം. അതിൻ്റെ 3ൻ്റെയും പ്രത്യേകത അത് തുരുമ്പെടുത്ത് നശിക്കുന്നതല്ല. ഖദിരമരമാണ് കൂടുതലും ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നതിനായിട്ട്, മേശ മുതലായ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചത്. അതിൻ്റെ പ്രത്യേകത എത്ര ശ്രമിച്ചാലും മിനുസപ്പെടുത്താൻ കഴിയാത്തത്. അതുകൊണ്ട് അത് പൊന്നുകൊണ്ട് പൊതിഞ്ഞതായിട്ട് വായിക്കുന്നു. നൂൽ, തോൽ ഇത് നെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. ഇതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. ആത്മീയ അർത്ഥങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നത്. ഇതിൻ്റെ മറുപുറം നോക്കിയാൽ അവിടെ സമാഗമന കൂടാരം നിവൃത്തി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളതും അതിനകത്തെ ആ സ്ഥലത്തിൻ്റെയും ഓരോ ഉപകരണങ്ങൾ വെക്കുന്ന സ്ഥലത്തിൻ്റെയും ഓരോ ഉപകരണത്തിൻ്റെയും രേഖാചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പടത്തിലേക്ക്, ചിത്രത്തിലേക്ക് നോക്കിയാൽ അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളതും അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഗ്രഹിക്കാനും കൂടി സഹായകരമാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. സമാഗമന കൂടാരത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ബൈബിൾ ഏറ്റവും കൂടുതൽ വിവരിക്കുന്ന ഒരു വിഷയമാണ് സമാഗമന കൂടാരം. ബൈബിളിലെ 50 അധ്യായങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി, 1189 അധ്യായങ്ങളുള്ളതിൽ 50 അധ്യായങ്ങൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുതന്നെ സമാഗമന കൂടാരത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 13 അധ്യായവും, ലേവ്യ പുസ്തകത്തിൽ 18 അധ്യായവും, സംഖ്യാപുസ്തകത്തിൽ 13 അധ്യായവും, ആവർത്തന പുസ്തകത്തിൽ 2 അധ്യായവും, എബ്രായ ലേഖനത്തിൽ 4 അധ്യായവും. അങ്ങനെ ആകെ 50 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിലെല്ലാം സമാഗമന കൂടാരത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. പല ആംഗിളുകളിൽ നിന്നുള്ള പ്രതിപാദനങ്ങളാണ്. സമാഗമന കൂടാരം പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 3 പ്രധാനപ്പെട്ട പേരുകളാണ് നമുക്ക് പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്, സമാഗമന കൂടാരം. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സമാഗമിക്കുക. ഗോഡ് കംസ് ദെയർ, പീപ്പിൾ ഓൾസോ കം ദെയർ. ഇറ്റ് ഈസ് എ മീറ്റിംഗ് പ്ലേസ് എന്നുള്ള അർത്ഥത്തിലാണ്. മീറ്റിംഗ് ഗോഡ്, പീപ്പിൾ ആൻഡ് ഗോഡ് മീറ്റ് ടുഗദർ. ദൈവവും ജനങ്ങളും തമ്മിൽ സമാഗമിക്കുന്ന, ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ സമാഗമന കൂടാരം എന്ന് വിളിക്കുന്നത്. എന്നാൽ അതിന് തിരുനിവാസം എന്നും ഒരു പേരുണ്ട്. തിരുനിവാസം, ദാറ്റ് മീൻസ് ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്, ദൈവത്തിൻ്റെ വാസസ്ഥലം. ഇവരുടെ ഇടയിൽ വന്ന് താമസിക്കുന്നതിന് ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം താമസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് തിരുനിവാസം. പിന്നെ ഒരു പേരുള്ളത് സാക്ഷ്യ കൂടാരം. സാക്ഷ്യ കൂടാരം ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി, ടാബർനാക്കിൾ ഓഫ് മീറ്റിംഗ്, ടാബർനാക്കിൾ
ഓഫ് ടെസ്റ്റിമണി, സാക്ഷ്യകൂടാരം. സാക്ഷ്യകൂടാരം എന്ന് പറയുന്നത് ഈ കൂടാരത്തിനകത്ത് ജനങ്ങളുടെ റെബല്യൻ്റെ പ്രതീകമായിട്ട് അവർക്കെതിരെ സാക്ഷ്യം പറയത്തക്ക തരത്തിൽ നിയമത്തിൻ്റെ കൽപ്പലകകളും അഹരോൻ്റെ തളിർത്ത വടിയും മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതൊരു സാക്ഷ്യമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സാക്ഷ്യം ദൈവസന്നിധിയിൽ എപ്പോഴും സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഇതിനെ സാക്ഷ്യകൂടാരമെന്നും വിളിക്കുന്നു. ഇതിന് ഏതെല്ലാം റെഫറൻസുകൾ നോക്കണമെന്നും എവിടേക്കാണിത് പറഞ്ഞിരിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. സമാഗമന കൂടാരമെന്ന തിരുനിവാസം, സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസം എന്ന പ്രയോഗങ്ങളും കണ്ടതുകൊണ്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്, ഗോഡ്സ് പ്ലേസ് ഫോർ മീറ്റിംഗ് പീപ്പിൾ ആൻഡ് ഗോഡ്സ് പ്ലേസ് ഫ്രം വെയർ ഗോഡ് സ്പോക്ക് ടു ദ പീപ്പിൾ. ജനത്തോട് സംസാരിച്ച സ്ഥലം, ജനത്തെ സന്ധിച്ച സ്ഥലം, ദൈവം വസിച്ച സ്ഥലം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ 3 പേരുകൾ ഇതിന് ഇട്ടിരിക്കുന്നത്. ഈ കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കിയാൽ അതിനൊരു പ്രാകാരം അല്ലെങ്കിൽ ഒരു ഔട്ടർ കോർട്ടുണ്ട്, പിന്നെ വിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ ഹോളി പ്ലേസ് എന്നൊരു സ്ഥലമുണ്ട്, പിന്നെ അതിപരിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഈ കൂടാരത്തെ തിരിച്ചിരിക്കുന്നത്. ഔട്ടർ കോർട്ട് അല്ലെങ്കിൽ പ്രാകാരം. ഔട്ടർ കോർട്ട് അല്ലെങ്കിൽ പ്രാകാരം എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസ് ആണ്, പക്ഷേ അതിനൊരു എൻക്ലോഷറുണ്ട്. അതിനൊരു ചുറ്റുമതിൽ പോലെ ചില കുറ്റികൾ കൊടുത്തിട്ട് അതിനകത്തൊരു പലകയൊക്കെ വെച്ചിട്ട് ഒരു മതിൽ പോലെ അതിൻ്റെ അതിർത്തി തിരിച്ച് കാണിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സ്പേസ്. അതൊരു തുറസായ സ്ഥലമാണ്. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു അടഞ്ഞ സ്ഥലം, മൂടുശീലയൊക്കെ ഇട്ട് തിരശ്ശീല കൊണ്ട് മറച്ചിരിക്കുന്ന 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പേര് വിശുദ്ധ സ്ഥലമെന്നും അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്തിൻ്റെ പേര് അതിവിശുദ്ധ സ്ഥലമെന്നും ആണ്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഔട്ടർ കോർട്ട് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലറാണ്. ഔട്ടർ കോർട്ട് അല്ലെങ്കിൽ പ്രാകാരം എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നീളം കൂടുതലും വീതി കുറവും ഉള്ള ഒരു സ്ഥലമാണ്. അത് തന്നെയാണ് ഏതാണ്ട് വിശുദ്ധ സ്ഥലത്തിൻ്റെയും ഷേപ്പ്. അളവ് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അളവുകളൊക്കെ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ അളവൊക്കെ വായിച്ച് കണ്ടെടുക്കുക. പിന്നെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ അത് റെക്റ്റാങ്കുലർ അല്ല, സ്ക്വയറാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ഒരുപോലെയാണ്. അതൊരു പെർഫെക്ഷനെ കാണിക്കുന്നതാണ്. നീളവും വീതി ഒരുപോലെയാണെന്ന് പറഞ്ഞപ്പം പെർഫെക്റ്റാണ്. എവിടുന്ന് എങ്ങനെ അളന്ന് നോക്കിയാലും, കാരണം അവിടെയാണ് ദൈവം വസിക്കുന്നത്. ദൈവ സാന്നിധ്യം ഈ കൂടാരത്തിൽ ഏത് സ്ഥാനത്താണ് ദൈവം വരുന്നതെന്ന് ചോദിച്ചാൽ അത് അതിവിശുദ്ധ സ്ഥലത്താണ്. അവിടെ അധികം ആളുകൾ ചെല്ലുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഈ ഓരോ സ്ഥലത്തുമുള്ള വെളിച്ചത്തിൻ്റെ ക്രമീകരണം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, വെളിച്ചത്തിൻ്റെ ക്രമീകരണം, ഔട്ടർ കോർട്ട് പ്രാകാരത്തിൽ വെളിച്ചം കിട്ടാൻ എന്താ പരിപാടി? സൂര്യപ്രകാശം ഓപ്പൺ ആയതുകൊണ്ട്. വിശുദ്ധ സ്ഥലത്ത് വെളിച്ചം കിട്ടാൻ നിലവിളക്കുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് കയറിയാൽ അവിടെ പ്രത്യേകിച്ച് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. ദൈവം വെളിച്ചമായതുകൊണ്ട് ദൈവസാന്നിധ്യമാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ അന്ധകാരമാണ്, ദൈവസാന്നിധ്യം വരുമ്പോൾ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? വെളിച്ചം. അപ്പോൾ നമ്മളൊരു ആരാധനക്കാരൻ ഈ ആലയത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആദ്യം ആളും അനക്കവും ഒരുപാട് ഓപ്പൺനെസ്സും ഒക്കെ ഉണ്ട്, തുറസുണ്ട്, ഒത്തിരി തിരക്ക് തിക്കും ഒക്കെ ഉണ്ട്. അടുത്ത സ്ഥലത്തേക്ക് കയറുമ്പോൾ തിരക്ക് കുറഞ്ഞു, കാരണം സാധാരണക്കാർക്ക് അവിടെ പ്രവേശനമില്ല. അവിടെ പുരോഹിതന്മാർ മാത്രമാണ് പ്രവേശിക്കുന്നത്. വെളിച്ചവും കുറവാണ്, വിളക്കിൽ നിന്നുള്ള വെളിച്ചം മാത്രമേ ഉള്ളൂ. അതും കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തീരെ ആളില്ല. ആകെപ്പാടെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രമാണ് അവിടെ പ്രവേശിക്കുന്നത്. അവിടെ പ്രകാശിപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ച് സംവിധാനമൊന്നുമില്ല, ദൈവം തന്നെ വരണം. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ 3 തലങ്ങളെ കൂടിയാണ് കാണിക്കുന്നത്. നമുക്ക് എല്ലാവരും ആളും ബഹളമൊക്കെ ഉള്ളപ്പം ആരാധിക്കാനും ആടാനും പാടാനും തട്ടുപൊളിപ്പൻ ആരാധന നടത്താനും ഒക്കെ എളുപ്പമുണ്ട്. എന്നാൽ അതിനടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പം കുറച്ചുകൂടെ കുറഞ്ഞു. ഏറ്റവും അവസാനത്തെ സ്ഥലത്ത് ഇവിടെ ഒന്നും ദൈവം ഇല്ലെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാനും ദൈവവും മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ അന്ധകാരമാണെങ്കിലും കുഴപ്പമില്ല, ദൈവം എൻ്റെ പാതകളെ പ്രകാശിപ്പിക്കും. പക്ഷെ അവിടെയാണ് ശരിക്കും ദൈവസാന്നിധ്യവും ആരാധനയും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഈ ആലയമൊക്കെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. കുറേ ചടങ്ങുകളോ അല്ലെങ്കിൽ കുറേ തരത്തിലുള്ള പൂജകളോ കർമ്മങ്ങളോ ഒന്നുമല്ല. അതിനൊക്കെ ചില സൂചനകളും അർത്ഥങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ യഹൂദന്മാർക്ക് പറ്റിയൊരു കാര്യം, അവരാരും തന്നെ ദൈവത്തെ കണ്ടില്ല, ആരും തന്നെ ദൈവസാന്നിധ്യത്തിലേക്ക് എത്തിയില്ല. മിക്കവാറും ആളുകൾ പ്രാകാരത്തിൽ വന്ന് മടങ്ങി.
വേറെ ചില പുരോഹിതന്മാർ അതിപരിശുദ്ധ സ്ഥലത്ത് കയറാതെ വിശുദ്ധ സ്ഥലത്ത് വന്ന് മടങ്ങി. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. അതുകൊണ്ട് ഇതുവരെ റിയലായിട്ട് അവർക്ക് പലപ്പോഴും തോന്നിയില്ല. അതുകൊണ്ടാണ് പിൽക്കാലത്ത് കർത്താവായ യേശുക്രിസ്തു വന്ന് ഈ തിരശീലകളെല്ലാം ചിന്തിക്കളഞ്ഞത്. അല്ലെങ്കിൽ തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ജീവനുള്ള പുതിയ വഴി തുറന്നു. ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രാകാരത്തിൽ വന്ന് മടങ്ങിപ്പോകേണ്ട ഗതികേടില്ല, വിശുദ്ധ സ്ഥലത്ത് വന്ന് മടങ്ങിപ്പോകേണ്ട ഗതികേടില്ല. നമുക്ക് ധൈര്യമായി കൃപാസനത്തോട് അടുത്തു വരാം. അപ്പോൾ ഈ കൃപാസനത്തോട് അടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഉപകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഫർണിഷിംഗ് ഉണ്ട്. ഇംഗ്ലീഷിൽ ഫർണിച്ചർ എന്നോ ഫർണിഷിംഗ് എന്നോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, മലയാളത്തിൽ ഉപകരണങ്ങൾ. അപ്പം 3 ഭാഗങ്ങളുണ്ട്, 3 ഭാഗത്തും ഉപകരണങ്ങളുണ്ട്. ആകെ എത്ര ഉപകരണങ്ങളുണ്ട്? നമ്മൾ നേരത്തെ പേര് വായിച്ചായിരുന്നു, ആ ഉപകരണങ്ങളുടെ പേര് വായിച്ചു. അത് ഒറ്റയടിക്ക് വായിച്ചതുകൊണ്ട് ഇത് എവിടെ വെച്ചിരിക്കുന്ന ഉപകരണമാണെന്നും ഏത് ക്രമത്തിലാണെന്നും ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായി കാണുകയില്ല. പുസ്തകം വായിച്ചെങ്കിൽ തന്നെയും ചിലപ്പോൾ മനസ്സിലായി കാണുകയില്ല. അതുകൊണ്ട് ഞാനിത് ലളിതമായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 2 ഓർഡറിൽ അത് പഠിക്കാം. ഒന്ന് മനുഷ്യൻ്റെ ഓർഡറിൽ പഠിക്കാം, മറ്റേ ദൈവത്തിൻ്റെ ഓർഡറിൽ പഠിക്കാം. മനുഷ്യൻ്റെ ഓർഡറിലാണെങ്കിൽ എവിടെ നിന്ന് പോകേണ്ടി വരും? പ്രാകാരത്തിൽ നിന്ന് പോകേണ്ടി വരും. ദൈവത്തിൻ്റെ ഓർഡറിലാണെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന്. അപ്പം നമുക്ക് നമ്മുടെ ഓർഡറിൽ പോകാം. നമ്മുടെ ഓർഡറിൽ പോകുകയാണെങ്കിൽ ആദ്യം നമ്മൾ വരുന്നത് പ്രാകാരത്തിലാണ്. ഇതിൽ പ്രവേശനം എവിടെ നിന്നാണ്? ഇത് എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഒരു മതിൽക്കെട്ട് പോലെ പലകകളും അന്താഴങ്ങളും കൊളുത്തുമൊക്കെ കൊടുത്ത് ഇത് പ്രാകാരം തിരിച്ചറിയാൻ വേണ്ടി ഒരു എൻക്ലോസിങ് നടത്തിയല്ലോ, ഒരു വേർതിരിവ് ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് പിന്നെ ഏത് സ്ഥലത്ത് നിന്നാണ് പ്രവേശിക്കുന്നത്? കിഴക്ക് നിന്നാണ് പ്രവേശിക്കുന്നത്. ഫ്രം ദി ഈസ്റ്റ്. എൻട്രി ഈസ് ഫ്രം ദി ഈസ്റ്റ്. കിഴക്ക് ഭാഗത്ത് നിന്നാണ് ഇതിനകത്തേക്ക് എൻട്രി ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ 12 ഗോത്രങ്ങളുടെയും നടുക്കാണ്. ഇതിൻ്റെ ചുറ്റുമായിട്ടാണ്. എത്ര വശമുണ്ട്? റെക്റ്റാങ്കുലർ ആണെന്ന് പറഞ്ഞപ്പോൾ എത്ര വശമുണ്ട്? 4 വശമുണ്ട്. എത്ര ഗോത്രമുണ്ട്? 12. 12 ഡിവൈഡഡ് ബൈ 4 = 3 ഈച്ച്. അപ്പോൾ ഒരു വശത്ത് 3 ഗോത്രം വീത്. മനസ്സിലായി? ഇതിന് ചുറ്റും ഒരു വശത്ത് 3 ഗോത്രം, ഒരു വശത്ത് 3 ഗോത്രം, ഒരു വശത്ത് 3 ഗോത്രം, അല്ലെങ്കിൽ കിഴക്ക് 3, പടിഞ്ഞാറ് 3, തെക്ക് 3, വടക്ക് 3, അങ്ങനെ 3, 4, 3 × 4 12. 12 ഗോത്രങ്ങളും. ആര് തെക്ക്, ആര് വടക്ക്, ആര് കിഴക്ക് എന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല. കാരണം നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് പോകുമെന്നുള്ളത് കൊണ്ട് അത് നമുക്ക് പിന്നെ പഠിക്കാം. അത് എങ്ങനെ തിരിച്ചറിയും എന്നൊക്കെ ഉള്ളത് പുറകെ പഠിക്കാം. ഇപ്പോൾ പഠിക്കുന്നത് സമാഗമന കൂടാരമാണ്. അതുകൊണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. കൂടാരത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചുറ്റും ആളുകളുണ്ട്. കിഴക്ക് നിന്ന് പ്രവേശിക്കാം. പ്രവേശിച്ച് പ്രാകാരത്തിലേക്ക് വരുമ്പോൾ പ്രാകാരത്തിൽ 2 ഉപകരണങ്ങൾ മാത്രമാണുള്ളത്. ഏതൊക്കെയാണ് 2 ഉപകരണങ്ങൾ? ഒന്നാമത് യാഗപീഠവും രണ്ടാമത് കഴുകുവാനുള്ള തൊട്ടിയും. ആ പടം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. എൻട്രി പോയിന്റിൽ തന്നെ ആദ്യം നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്നത്, ആദ്യം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ബ്രൈസൺ ഓൾട്ടർ അല്ലെങ്കിൽ താമ്ര യാഗപീഠം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മൾക്കൊരു കഴുകാനുള്ള തൊട്ടി, ഇംഗ്ലീഷിൽ ലേവർ എന്നാണ് അതിന് പറയുന്നത്, താമ്രത്തൊട്ടി. താമ്രത്തൊട്ടി എന്നും പറയും. അതുപോലെ തന്നെ അവിടുത്തെ സഹോദരിമാരുടെ ദർപ്പണങ്ങൾ കൊണ്ട്, കണ്ണാടി കൊണ്ടുണ്ടാക്കിയ കടൽ അല്ലെങ്കിൽ കണ്ണാടിക്കടൽ. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ കണ്ണാടിക്കടൽ എന്ന് കാണുന്നുണ്ട്. അത് കണ്ണാടിക്കടലാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ താമ്രം കൊണ്ടുള്ള കണ്ണാടിയാണ്. പണ്ട് കാലത്തും സഹോദരിമാർക്ക് കണ്ണാടിയോട് സ്നേഹമാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എപ്പോഴും ഹാൻഡ് ബാഗിലൊക്കെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ണാടി എല്ലാം കൂടെ ഉരുക്കി ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയത്? ഈ താമ്ര തൊട്ടി ഉണ്ടാക്കി. അതിനൊക്കെ അർത്ഥമുണ്ട്. നമുക്ക് പുറകെ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ ഈ ഉപകരണങ്ങളെ പരിചയപ്പെടുക. എൻട്രി പോയിന്റിൽ ആദ്യം കാണുന്നത് യാഗപീഠം, അത് കഴിഞ്ഞ് കാണുന്നത് താമ്ര തൊട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിശുദ്ധ സ്ഥലത്തേക്കാണ് കയറുന്നത്. അവിടെ എത്ര ഉപകരണങ്ങളുണ്ട്? 3 ഉപകരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, പിന്നെ ധൂപപീഠം. അവിടെ 3 ഉപകരണങ്ങളാണ് ഉള്ളത്. കാൻഡിൽ സ്റ്റിക്ക്, ടേബിൾ ഓഫ് ഷ്യൂ ബ്രെഡ് ആൻഡ് ദി ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നതിനുള്ള ഒരു ധൂപപീഠം. ധൂപം എന്ന് പറഞ്ഞാൽ പുക, ധൂപം ഉയർത്തുന്ന, അത് കത്തിക്കുന്ന, പുകയ്ക്കുന്ന ഒരു പീഠം. അതുപോലെ തന്നെ അപ്പം അടുക്കി വെക്കുന്ന ഒരു മേശ. അതുപോലെ തന്നെ വെളിച്ചം കൊടുക്കുന്നതിനായിട്ട് ഒരു കവര വിളക്ക്, 7 തണ്ടുകളുള്ള കാൻഡിൽ സ്റ്റിക്ക്. ഇങ്ങനെ 3 ഉപകരണങ്ങളാണ് അവിടെയുള്ളത്. അതും കഴിഞ്ഞിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ 2 ഉപകരണങ്ങളാണുള്ളത്. ഒന്ന് നിയമപ്പെട്ടകം, ആർക്ക് ഓഫ് കവനൻറ്റ്,
ആ പെട്ടകത്തിൻ്റെ തന്നെ മുകളിലാണ് എന്ത് വെച്ചിരിക്കുന്നത്? കൃപാസനം എന്ന് പറയുന്നത്. പെട്ടകത്തിൻ്റെ മുകളിൽ കൃപാസനം. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ ഓർഡർ. 7 ഉപകരണങ്ങൾ: യാഗപീഠം, തൊട്ടി, മേശ, ധൂപപീഠം, നിലവിളക്ക്, നിയമപ്പെട്ടകം, കൃപാസനം. എല്ലാവരും പഠിച്ചോ? ഞാൻ തിരിച്ചും മറിച്ചും ഇപ്പോൾ പറയിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തെറ്റിക്കാതെ പറയും. ദൈവത്തിൻ്റെ ആംഗിളിൽ പറയുകയാണെങ്കിൽ കൃപാസനം, നിയമപ്പെട്ടകം, മേശ, നിലവിളക്ക്, ധൂപപീഠം, താമ്രത്തൊട്ടി, യാഗപീഠം. ഇപ്പോൾ 2 ഓർഡറിലും കിട്ടി. അപ്പോൾ 7 ഉപകരണങ്ങളാണുള്ളത്. അത് 7ഉം ഒരു വാക്യത്തിൽ വരുന്നുണ്ട്. ആ വാക്യവും ഇച്ചിരി കഴിഞ്ഞ് വായിക്കാം. 7 ഉപകരണങ്ങളും 2 സ്ഥലത്ത് വാക്യങ്ങളിലുണ്ട്. ആ വാക്യം ആദ്യം ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുക. അപ്പോൾ നമ്മൾ സമാഗമന കൂടാരത്തിലെത്തി. 3 സ്ഥലങ്ങളുണ്ട്, 7 ഉപകരണങ്ങളുണ്ട്. ഓക്കെ, എത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഓരോ ഉപകരണവും നിർമ്മിക്കാൻ ഒരു പ്രത്യേക രീതിയുണ്ട്, അതിനൊരു അളവുണ്ട്, അതിനൊരു തോതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് വളരെ കൃത്യമായിട്ട്. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് ആത്മീയമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ മെച്യൂരിറ്റി, ആത്മീയ പക്വതയിലേക്ക് എത്തുന്ന ഒരാൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോടൊപ്പം നടക്കുവാനും ദൈവം ഉദ്ദേശിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? കാരണം എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ആരാധിക്കാൻ വന്ന ജനം, ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നാണ്. അല്ലാതെ ഒരു മണിക്കൂറോ ഒരു ദിവസമോ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുക, ഒരു പ്രായശ്ചിത്ത യാഗം കഴിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ജീവിതമാണ് ആരാധന. അവർ ലൈഫ് ഈസ് വേർഷിപ്പ്, അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ഈസ് വേർഷിപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ നിങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി അർപ്പിക്കണം, ബുദ്ധിയുള്ള ആരാധനയായി. അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ള ആരാധനക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു മണിക്കൂർ, ഏതെങ്കിലും ചില നിമിഷങ്ങളല്ല ആരാധിക്കുന്നത്. എൻ്റെ ജീവിതം ഉടനീളം ദൈവത്തിൻ്റെ പ്രസാദമുള്ള സുഗ്രാഹ്യമായിട്ടുള്ള ഒരു ആരാധനയാണ്. അപ്പോൾ ആ കാര്യം, അതാണ് ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്ന് ഞാൻ പറഞ്ഞത്, ആത്മീയ പക്വത. അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഇതൊക്കെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എവിടെ ആരാധിക്കേണ്ടത്, എപ്പോഴും ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് എ പോർട്ടബിൾ സാങ്ച്വറി. ഇത് പോർട്ടബിളാണ്. കാരണം ഇവരിങ്ങനെ നൊമാഡ്സാണ്, സ്ഥലം മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ദൈവം പറയുന്നിടത്തൊക്കെ പോകണം, തമ്പടിക്കണം, അങ്ങനല്ലേ? ഇവരോട് പുറപ്പെടാൻ പറയുമ്പം പുറപ്പെടണം, നിൽക്കാൻ പറയുമ്പം നിൽക്കണം. തിരുനിവാസം അങ്ങനെ നിർത്തുന്ന സ്ഥലത്ത് നിവൃത്തി എന്ന് നിങ്ങൾ വായിക്കും. അവർ തിരുനിവാസം നിവൃത്തി. അപ്പോൾ പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? പോകാൻ പറഞ്ഞ ഉടനെ ഇത് മടക്കി കെട്ടണം. ഇത് മടക്കി കെട്ടാനൊരു രീതിയുണ്ട്, നിവൃത്താനൊരു രീതിയുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ വായിച്ച് പഠിക്കണം. എല്ലാം പഠിപ്പിക്കാൻ സർവേ ക്ലാസ്സിൽ സമയമില്ലാത്തത് കൊണ്ട്. സോ ദ തിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ഈസ് ദിസ് ഈസ് പോർട്ടബിൾ. അപ്പോൾ പോർട്ടബിൾ ആയതുകൊണ്ട് ഇതിന് പോർട്ടബിലിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ പടത്തിലേക്ക് നോക്കിയാൽ മലയാളത്തിൽ ചിലപ്പം പരിചയമില്ലാത്ത ചില പദപ്രയോഗങ്ങൾ, അന്താഴം ചെലുത്തണം, കൊളുത്തുകൾ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, വളയങ്ങൾ, എല്ലാത്തിനും വളയങ്ങൾ കൊടുത്തിട്ട് ആ വളയങ്ങളിൽ നീളമുള്ള ചില കമ്പുകൾ, ഒലക്ക പോലത്തെ, നമ്മൾ ഒലക്ക ഇപ്പോൾ ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പഴയ ആളുകൾ ഒലക്ക കണ്ടിട്ടുണ്ടാവും. ഇപ്പം എല്ലാവരും മിക്സിയും ഗ്രൈൻഡറൊക്കെ ആയതുകൊണ്ട്, അപ്പം ഗ്രൈൻഡർ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പഴയ കാലത്തെ ഒലക്ക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതിലാണ് ഇങ്ങനെ പലതും പൊക്കിയെടുത്തുകൊണ്ടും അതിൻ്റെ ഉപയോഗം വേറെയാണ്. അപ്പോൾ അതുപോലെ ഓരോ ഉപകരണവും പൊക്കിക്കൊണ്ട് പോകാനായിട്ട് 2 ഉലക്കകൾ പോലത്തെ 2 ബാർ, ലോങ് ബാറുകൾ കാണും. അതെടുത്ത് തോളത്ത് വെച്ചാൽ 2 പേര് 4 പേരോ നടന്നു പോകുമ്പം അത് ഈസി ആയിട്ട് പോർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ ചിത്രത്തിലെല്ലാം ഓരോ കമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ വരച്ചയാൾക്ക് തെറ്റിപ്പോയതല്ല, അത് പോർട്ടബിലിറ്റിക്ക് വേണ്ടി അന്താഴം ചെലുത്തണം എന്ന്, കൊളുത്തിടണം എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ഒരു കൊളുത്ത് പിടിപ്പിച്ചിട്ട് ആ കൊളുത്തിനകത്താണ് ഈ ലോങ് ബാർ പ്രവേശിപ്പിക്കുന്നത്. ദെൻ യു ക്യാൻ ലിഫ്റ്റ് ഇറ്റ്. അപ്പോൾ ആ തരത്തിലുള്ളൊരു ടെക്നോളജിക്കലി എൻജിനീയറിംഗ് സ്കില്ലിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു സ്കില്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നതെന്നുള്ളത് എൻജിനീയേഴ്സ് തന്നെ സമ്മതിക്കും. കാരണം അതിൻ്റെ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ ഇരിക്കുന്ന എൻജിനീയർമാർക്ക് അത് വേണമെങ്കിൽ വിശകലനം ചെയ്ത് പഠിക്കാവുന്നതാണ്. എൻജിനീയറിംഗ് സ്കിൽ അനുസരിച്ച് ഹൈലി ടെക്നോളജിക്കൽ ആൻഡ് അഡ്വാൻസ്. ഇത് ദൈവത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ ദൈവമാണ് ആദ്യത്തെ സിവിൽ എഞ്ചിനീയർ എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാം. ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് ദൈവം തന്നെ പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെയൊക്കെ വേണം ഇത് ഉണ്ടാക്കാനെന്നുള്ളത്. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട് ദൈവം ചിലർക്ക് പ്രത്യേക ജ്ഞാനബുദ്ധി കൊടുത്തു. ദൈവം മോശയ്ക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിബിംബങ്ങളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. എബ്രായ ലേഖനം 9:23. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. എബ്രായ ലേഖനത്തിലാണ് ഇതിൻ്റെ എല്ലാം അർത്ഥങ്ങളെല്ലാം നമുക്ക് ഡീകോഡ് ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട്
അപ്പോൾ അത് മതി, സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങൾ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിബിംബം, സിംബോളിസം ഓഫ് വാട്ട് ഈസ് ഇൻ ഹെവൻ. അപ്പോൾ സ്വർഗത്തിൽ ആലയമുണ്ടോ? സ്വർഗത്തിൽ ആലയമുണ്ടോ? ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് കാണാം. സ്വർഗത്തിൽ ആലയമുണ്ടോയെന്ന്? ഉണ്ട്. ഉത്തരത്തിനൊരു ഉറപ്പില്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കാം. സ്വർഗത്തിൽ ആലയം ഉണ്ടെങ്കിലേ ഈ പറഞ്ഞത് ശരിയാകുള്ളൂ. വെളിപ്പാട് പുസ്തകം 11:19. സ്വർഗത്തിലെ ദേവാലയം തുറന്നു. 15:5 വെളിപ്പാട്. സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം. അപ്പോൾ സ്വർഗത്തിൽ സാക്ഷ്യകൂടാരമുണ്ട്, സ്വർഗത്തിൽ ദേവാലയമുണ്ട്. 2 വാക്യങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നു വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. 11:19 and 15:5. വെളിപ്പാട് പുസ്തകം 11:19, 15:5. അപ്പോൾ ഈ സ്വർഗത്തിലൊരു ദേവാലയമുണ്ട്, സ്വർഗത്തിൽ ധൂപപീഠമുണ്ട്, സ്വർഗത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രതിബിംബങ്ങളാണ് മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തത്. അപ്പോൾ സ്വർഗത്തിലുള്ള ദേവാലയത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രതിബിംബമാണ്, ഒരു നിഴലാണ് ഈ ലോകത്തിൽ ഉണ്ടാക്കാനായിട്ട് മോശയോട് ആവശ്യപ്പെട്ടത്. മോശ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ് പിന്നീട് ശലോമോൻ ഉണ്ടാക്കിയത്. ദേവാലയത്തിൻ്റെ ചരിത്രം അറിയാവോ? ആദ്യം സമാഗമന കൂടാരം, അത് കഴിഞ്ഞ് ശലോമോൻ്റെ ദേവാലയം, അത് കഴിഞ്ഞ് ശലോമോൻ്റെ ആലയത്തിന് എന്ത് സംഭവിച്ചു? നശിച്ചു പോയി, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു. പിന്നെ ആരാലയം പണിതു? സെരുബ്ബാബേൽ പണിതു. സെരുബ്ബാബേലിൻ്റെ ആലയവും കുറേ കഴിഞ്ഞപ്പോൾ നശിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ യെഹെസ്കേലിന് ദൈവം ഒരു പണിയാത്ത ആലയത്തിൻ്റെ ദർശനം കൊടുത്തു. അത് കഴിഞ്ഞ് ഹേരോദ് ഒരു ആലയം പണിതു, അതും നശിച്ചു പോയി. ഇനി ഒരാലയം പണിയാനിരിക്കുന്നുണ്ട്, അത് പണിയുമ്പോഴാണ് കർത്താവ് വരാൻ പോകുന്നത്. അതുകൊണ്ട് യു നീഡ് ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ടാബർനാക്കിൾ. ആലയത്തിൻ്റെ ചരിത്രം പഠിക്കണം. മുന്നോട്ട് വരുമ്പോൾ ഞാൻ പഠിപ്പിക്കും. ഇപ്പോൾ ഞാൻ ഒരു സൂചന തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ, കാരണം ഈ ആലയ നിർമ്മാണവും കർത്താവിൻ്റെ വരവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി ഒരാലയം കൂടി പണിയാനായിട്ടുണ്ട്. ആ ആലയം പണിയപ്പെടുമ്പോഴാണ് കർത്താവ് വരും എന്നുള്ളത് ഉറപ്പാകുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഉത്സാഹമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട്, 1-ാം ക്ലാസ് കഴിയാതെ നമുക്ക് 10-ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുകയില്ലെന്നുള്ളത് കൊണ്ട് ഇതൊക്കെ ക്രമമായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് വെളിപ്പാടിലെ ആലയത്തെക്കുറിച്ചും ഇനി പണിയാനിരിക്കുന്ന ആലയത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പോയിന്റ് മോശയോട് പറഞ്ഞത് സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിബിംബമായിട്ടാണ് ഇവിടെ ഒരു ആലയം ഉണ്ടാക്കാൻ പറഞ്ഞത്. സോ ദി എക്സാക്ട് ആൻഡ് ദി കറക്റ്റ് ടാബർനാക്കിൾ ഈസ് സീൻ ഇൻ ഹെവൻ ആൻഡ് നോട്ട് ഓൺ എർത്ത്. ഭൂമിയിൽ കണ്ടതൊരു നിഴൽ മാത്രമാണ്, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാത്രമാണ്. അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈകൊണ്ട് നിർമ്മിച്ചതും വലിപ്പം കുറഞ്ഞതുമായിരുന്നു മോശ ഉണ്ടാക്കിയത്. എന്നാൽ യേശു കർത്താവ് മൂലം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് പാട്ട് പാടാറില്ലേ, കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതു ശാലയം. അപ്പോൾ കൈകൊണ്ട് തീർത്തതുമല്ല, വലിപ്പമുള്ളതും തികവേറിയതും. ഇനി സ്വർഗത്തിലുള്ള എന്താണെന്ന് പറഞ്ഞത്? വലിപ്പമുള്ളത്, തികവുള്ള. ഇതിന് കുറവുണ്ടായിരുന്നു, വലിപ്പം കുറവായിരുന്നു, പല കുറവുണ്ട്. അതിലൊരു കുറവ് വലിപ്പം കുറവായിരുന്നു, ആത്മീയതയിൽ കുറവുണ്ടായിരുന്നു, പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ വലിപ്പമേറിയതും കുറവില്ലാത്തതും അല്ലെങ്കിൽ തികവുള്ളതും കൈകളാൽ പണിയപ്പെടാത്തതുമായ ഒരു നഗരവും ഒരു ആലയവും ഒക്കെ സ്വർഗത്തിലുണ്ട്. അപ്പോൾ അത് ഉണ്ടെന്നുള്ളത് നമുക്കൊരു അവബോധം കിട്ടാൻ വേണ്ടിയാണ്. കുറവുള്ളതാണെങ്കിലും നിഴലാണെങ്കിലും കൈകൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ഒരു സാധനം, ഒരു മോഡലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവം ഈ കാര്യം മോശയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പക്ഷേ ആ കണ്ട കാര്യങ്ങളൊക്കെ മോശം മറന്നു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലേ? എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ ഒരു പടമൊക്കെ സാറ് ബോർഡേ വരച്ചിട്ടിട്ട്, ഞാൻ ഈ വരച്ചിട്ടതുപോലെ നിങ്ങളൊരു സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അല്ലേ? നോർത്ത് നോക്കിയേ, നമ്മൾ താഴെ വരുന്നതിന് മുമ്പ് തന്നെ വരയും പകുതി മറന്നു പോകും, കണക്കും പകുതി മറന്നു പോകും. അതുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും പ്ലാൻ്റെ ഒരു കോപ്പി ഇല്ലേ? മേസൻ്റെ കയ്യിലൊക്കെ എന്തുണ്ടാവും? നിങ്ങളാരും കെട്ടിടവും പണിയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അത് നോക്കിയാൽ എപ്പോഴും ആ മേസൺ ഒന്നാമത് പറയും പ്ലാൻ്റെ ഒരു കോപ്പി എൻ്റെ തരണമെന്ന് പറയും. എഞ്ചിനീയർ ഒരെണ്ണം വെച്ചിട്ടുണ്ടാവും, വീട്ടുകാരൻ്റെ ഒരെണ്ണം ഉണ്ടാവും, പഞ്ചായത്തിൽ ഒരെണ്ണം ഉണ്ടാകും. എല്ലാവരും ഈ പ്ലാൻ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. എന്നാൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും. ശരിയല്ലേ? അപ്പം ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്ന് നമുക്ക് വായിക്കുന്നത് നല്ലതാണ്. 31-ാം അധ്യായം പുറപ്പാട് പുസ്തകം ആദ്യത്തെ 6 വാക്യങ്ങൾ. 31-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ.
ആ ഇതാ ഞാൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ബാക്കിയൊക്കെ മറന്നേര്. കുലവും അപ്പം എല്ലാം ഇപ്പോൾ ഓർക്കാൻ പോയാൽ സമാഗമന കൂടാരം തന്നെ ഓർക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ബെസലേലിൻ്റെ കുലം ഏതാ കുടുംബം ഏതാന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് അത് പിന്നെ വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഏതാണെങ്കിലും ഞാൻ ആരെ പേർ ചൊല്ലി വിളിച്ചു? ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. യെസ്, കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാലും ജ്ഞാനവും ബുദ്ധിയും അറിവും. അപ്പോൾ ഇതെല്ലാം വ്യത്യാസമെന്ന് മനസ്സിലായില്ലേ? ജ്ഞാനം വേറെ, ബുദ്ധി വേറെ, അറിവ് വേറെ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പം നിങ്ങൾ സമാഗമന കൂടാരത്തിൽ ഇരിക്കാൻ തോന്നുന്നു. ഇടയ്ക്ക് വേറെ ചില സ്ഥലങ്ങളിലേക്കും കൂടിയൊക്കെ പോകണം. സമാഗമന കൂടാരത്തിൽ ഇരിക്കുമ്പം തന്നെ ദൈവം ഒരാളെ എന്തൊക്കെ കൊണ്ടെന്ന് നിറച്ചെന്നാണ് പറഞ്ഞത്? ദിവ്യ ആത്മാവിനാൽ നിറച്ചു. ആ ആത്മാവ് കൊണ്ട് അവന് ജ്ഞാനം കിട്ടി, ബുദ്ധി കിട്ടി. നമ്മൾ ബുദ്ധിന്ന് ഇതെല്ലാം ബുദ്ധിയാണെന്നാണ് നമ്മൾ പറയണം. അല്ല, ഇതൊക്കെ ഡിഫറെൻറ്റാണ്. അതൊക്കെ പിന്നെ പഠിക്കാൻ കേട്ടോ, ഒന്ന് ഓർത്തോണം. ജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ ദൈവം നിറച്ചു. ഇതെല്ലാം നമുക്ക് തരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവാണ് ബെസലേലിനെ കൊണ്ട്. ഇങ്ങനെ ഒരു പണിക്കാരനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ? എന്തൊക്കെ പണി ഇങ്ങനെ ചെയ്തെന്നാണ് പറഞ്ഞത്? മരപ്പണി, കൊത്തുപണി ചെയ്യും, മരപ്പണി ചെയ്യും, രത്നം വെട്ടി പതിക്കും. ഒന്നുകൂടെ വായിക്കാമോ? ഒന്നുകൂടെ വായിച്ചാൽ അദ്ദേഹം ചെയ്ത പണികളുടെ ഡീറ്റെയിൽസ്. കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുക എന്ന് പറയുമ്പം തൻ്റെ സ്വന്തം സങ്കല്പമല്ല. ദൈവം സ്വർഗത്തിലെ മാതൃക മോശയ്ക്ക് കാണിച്ചു കൊടുത്തത് ഇങ്ങനെ. മോശ വന്ന് പറയുകയാണ്. മോശ വന്ന് പറയുമ്പം ഇദ്ദേഹം അത് സങ്കല്പിച്ച് ചെയ്യണം. ഗൗരവം മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്കൊരു മേശ വേണമെങ്കിൽ നമ്മൾ ആശാരിയെ വിളിച്ച് നമ്മുടെ മനസ്സിലിരിക്കുന്നത് പറഞ്ഞും വരച്ചും ഒക്കെ കാണിച്ചു കൊടുത്താലും മേശ മഴന്നുകൊണ്ട് ഇടുമ്പോഴത്തേക്ക് കാല് മുകളോടുന്നിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പറയും ഇതാണോ ഞാൻ തന്നോട് പറഞ്ഞു എന്ന് ചോദിക്കും. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായിട്ടാണ് നോക്കുക. മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തു. മോശ വന്ന് ബെസലേലിനോട് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് അതിനെ സങ്കല്പിച്ച് ചെയ്യുവാൻ, ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത് എന്ന് സങ്കല്പിച്ച് ചെയ്യുവാൻ. വായിക്കാം. ഇതെല്ലാം കൂടെ പണിയുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊന്ന്, വെള്ളി, താമ്രം. കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും അതിൻ്റെ കോൺസ്റ്റുവേഷനും അല്ലേ, അതിൻ്റെ നമ്പറും മെൽറ്റിംഗ് പോയിൻറ്റും എല്ലാം ഡിഫറെൻ്റാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകത. മെറ്റലർജിയിൽ തന്നെ ഡിഫറെൻറ്റ് ഘടകങ്ങളാണ് ഇതിനെല്ലാം ഉള്ളത്. അതെല്ലാം ചെയ്യാനും ഓക്കെ. അതിനേക്കാൾ അപ്പുറത്താണ് രത്നം രത്നം വെട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വജ്രമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഏകദേശം അറിയായിരിക്കും. വെട്ടി പതിക്കുക. പിന്നെ അതേസമയം തന്നെ മരത്തിൽ കൊത്തുപണി ചെയ്യുക. അപ്പോൾ അതിന് ദൈവം ദിവ്യ ആത്മാവിനാൽ ഇവനെ നിറച്ചു. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അഭിഷേകത്താൽ ബെസലേലിനെ നിറച്ചിട്ടാണ് ബുദ്ധിയും ജ്ഞാനവും അറിവും എല്ലാം കൊടുത്തത്. അറിവും സാമർഥ്യവും എല്ലാം കൊണ്ട് നിറച്ചു. അങ്ങനെയാണ് ഈ പണിയൊക്കെ നടന്നത്. എന്നിട്ട് 40-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യം. 40-ാം അധ്യായത്തിൻ്റെ 33-34. അതെനിക്ക് വേണ്ട. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. ഹി കൺക്ലൂഡഡ് ദ കൺസ്ട്രക്ഷൻ. വായിക്കാം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. അപ്പോൾ അത് കറക്റ്റ് പണിയായിരുന്നത് കൊണ്ടാണ്. പണിയെല്ലാം കറക്റ്റായി. പ്രവൃത്തി സമാപിച്ചു എന്ന് പറഞ്ഞാൽ തല്ലിക്കൂട്ടി പണിതങ്ങ് നമ്മൾ പറയല്ലേ, കയറി താമസത്തിനുള്ള ദിവസം നിശ്ചയിച്ചിരുന്നു, പിന്നെ എല്ലാം കൂടെ അങ്ങ് തല്ലിക്കൂട്ടി പണിത് ഒപ്പിച്ചു. പിന്നെ ചിലർ പണിയുന്നവർ പറയും കയറി താമസത്തിൻ്റെ ദിവസം നിശ്ചയിച്ചെങ്കിലേ പണി നടക്കുകയുള്ളൂ എന്ന് പറയും. കാരണം അന്നേരം ആളുകൾക്ക് പണിയാനൊരു ചൂടൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പണിതുകൊണ്ടേയിരിക്കും. ഇതങ്ങനെയൊന്നുമല്ല. ദൈവം പറഞ്ഞ സമയത്തിനകത്ത് ദൈവം പറഞ്ഞ രീതിയിൽ. അതാണ് അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത്. മോശ പ്രവൃത്തി സമാപിച്ചു. ഹി ബ്രോട്ട് എവറിതിങ് ഇൻ ടു കൺക്ലൂഷൻ. എവറിതിങ് വാസ് ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ടഡ്. എല്ലാം മനോഹരമായിട്ട് പണിത് തീർത്തു. ദ വെരി മോമെൻറ്റ് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ തേജസ് ആ ആലയത്തെ നിറച്ചു. അതിൻ്റെ അർത്ഥം ദൈവം അതിൽ പ്രസാദിച്ചു. ഇത് കറക്റ്റാണ്, ഇങ്ങനെയായിരുന്നു വേണ്ടത് എന്ന് ദൈവത്തിന് തൃപ്തി ആയതുകൊണ്ടാണ് ദൈവതേജസ് അതിനെ
നിറച്ചത്. അതല്ലേ ഇപ്പം നമ്മൾ വായിച്ചത്. മോശ പ്രവൃത്തി സമാപിച്ചു, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചില്ലായിരുന്നെങ്കിൽ, തിങ്ക് ഫോർ എ മോമെൻറ്റ്, അവർ പ്രവൃത്തി സമാപിച്ചു, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചില്ലായിരുന്നെങ്കിൽ ഈ പണി മുഴുവനും പാഴ്പണിയായി പോയേനെ. അപ്പോൾ അത് പാഴ്പണി ആയില്ല. നമ്മളൊരു മനോഹരമായ വീട് പണിതു, പക്ഷേ ആൾ താമസിക്കാൻ വന്നില്ല. ആൾ താമസിക്കാൻ വരാത്തത് കാരണം 10 കൊല്ലമായിട്ട് വീട് അടഞ്ഞു കിടക്കുകയാണ്. വീട് തുറന്നു നോക്കി അറിയാം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അതിൻ്റെ കേസ് അല്ലേ. അതുകൊണ്ടാണ് പണിതാൽ ആൾ താമസിക്കാനില്ലെങ്കിൽ വാടകയ്ക്കെങ്കിലും നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഗതികേടുകളൊന്നുമില്ല. മോശ പ്രവൃത്തി സമാപിച്ചു. ഇൻസ്റ്റൻറ്റേനിയസ്ലി, ഇമ്മീഡിയറ്റ്ലി ദി ടാബർനാക്കിൾ വാസ് ഫിൽഡ് വിത്ത് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവ തേജസ് തിരുനിവാസത്തെ നിറച്ചു, ദൈവ സാന്നിധ്യം അതിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് ജനറലായിട്ട് ആദ്യം നിങ്ങളൊന്ന് ഗ്രഹിക്കേണ്ട കാര്യം. നൗ വാട്ട് ഈസ് ദ മീനിങ്? നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇത് അവർ പൊക്കിക്കൊണ്ട് നടന്നൊരു സാധനം, അവിടെ ദൈവതേജസ് വന്നു, ഞങ്ങൾക്കിതെന്താ പ്രസക്തി എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ബൈബിളിൽ ഏറ്റവും കൂടുതൽ വിവരിക്കുന്ന ഒരു വിഷയം സമാഗമന കൂടാരമാണ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധം നമുക്ക് ഇതിനോട് ഉണ്ടാകാതിരിക്കുകയല്ല. ഇത് സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിബിംബമാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ വ്യാഖ്യാനിച്ച് നമ്മളോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഇത് അർത്ഥവത്താക്കാം എന്നുള്ളതിന് 1-2 സൂചനകൾ നൽകിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫർണിച്ചറും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കാൻ സമയമെടുക്കാം. ഒന്നാമത്തെ കാര്യം, ദിസ് ഈസ് എ പിക്ചർ ഓഫ് ദ ചർച്ച്. ഇത് സഭയുടെ ഒരു ചിത്രമാണ്. തിരുനിവാസം എന്ന് പറയുന്നത്, സമാഗമന കൂടാരം എന്ന് പറയുന്നത് സഭയുടെ ഒരു ചിത്രമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സഭ എന്തിനു വേണ്ടിയാണ് ദൈവം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്. സഭയാം ദൈവാലയം എന്ന് തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. സഭയിലാണ് ദൈവം വസിക്കുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. സോ ദ ടാബർനാക്കിൾ വാസ് എ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാസസ്ഥലമായിരുന്നു തിരുനിവാസമെങ്കിൽ സഭ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുനിവാസമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിലൊരു സഭ സമ്മേളിക്കുകയാണെങ്കിൽ ദൈവ അവബോധം ഇല്ലാത്ത ആരെങ്കിലും ഈ സഭയിൽ കടന്നു വന്നാൽ വാസ്തവമായി ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾ ഉത്തരം പറയാത്തത് എനിക്കറിയാം എന്തുകൊണ്ടാണെന്ന്. കാരണം ഞാൻ കയ്യുടെ ഒരാളോട് ഇങ്ങനെ സഭയിൽ പോയ ഒരാളോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച സഭയിൽ പോയി എത്ര മണിക്കൂർ? 3 മണിക്കൂർ ഉണ്ടായിരുന്ന ആരാധന. എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം? ഐ വാസ് ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് ഫോർ 3 hours. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മനസ്സിലായി കാണും. ക്രിസ്തുവിന് വേണ്ടി 3 മണിക്കൂർ ഞാൻ രക്തസാക്ഷി ആയതിന് തുല്യമായി പോയെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ പീഡനം അനുഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അവിടെ ഇരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക്, എന്നാൽ യഥാർത്ഥത്തിലുള്ള സഭയെക്കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ വന്നുപെട്ടാൽ അവർ പീഡിപ്പിക്കപ്പെടുകയല്ല, അവൻ്റെ ഹൃദയ രഹസ്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടാകും. അപ്പോൾ ദൈവം വാസ്തവമായി നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞ് അവൻ നമസ്കരിച്ച് ദൈവത്തെ സ്വീകരിക്കുവാൻ ഇടയായി തീരും എന്നല്ലേ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരും വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഒന്ന് വായിക്കണം കേട്ടോ. അതെ, വാക്യം വായിക്കുന്നു. അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും, അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ഇപ്പോഴാണെങ്കിൽ പറയും വാസ്തവമായിട്ട് എന്നെ അങ്ങ് വിട്ടേക്കണം, ഞാൻ ഇനി മേലാൽ ഈ വഴിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് വരാനുള്ളൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഇതൊരു സഭയുടെ പിക്ചറാണ്. ഇഫ് ഇറ്റ് ഇസ് എ റിയൽ ചർച്ച്, ഗോഡ് ഈസ് ദെയർ അല്ലേ? ഒരു യഥാർത്ഥ ദൈവസഭയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ സഭയിൽ വരുന്ന ആളുകൾക്ക് അനുഭവിക്കുവാൻ കഴിയണ്ടേ? എന്തു പറയുന്നു? തീർച്ചയായിട്ടും കഴിയണം. അവൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ ഒരു പരിഹാരം ദൈവസാന്നിധ്യത്തിൽ ഉണ്ടാകണം. അവൻ ദൈവശബ്ദം കേൾക്കണം. അപ്പോൾ ആ തരത്തിൽ സഭയുടെ ഒരു നല്ല ചിത്രമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. നമുക്ക് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിച്ചിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-22 വാക്യം, 20 മുതൽ 22 വരെ ഉള്ള വാക്യങ്ങളും കൂടി വായിക്കാം. ഞാൻ അവരുടെ ഇടയിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. വായിക്കാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് വസിക്കാനുള്ള സ്ഥലമായതുകൊണ്ട്. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചല്ലേ ഉണ്ടാക്കുന്നത്, അല്ലേ?
യെസ്, നമ്മുടെ കിച്ചൺ സ്ലാബിൻ്റെ ഹൈറ്റൊക്കെ നമ്മളല്ലേ തീരുമാനിക്കും? അതോ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് വെച്ച് എല്ലാവരുടെയും കിച്ചൺ സ്ലാബ് ഒരേപോലെ ഇരിക്കണം എന്ന് തീരുമാനിക്കുകയാണോ? അല്ല, ഒരു ജനറൽ ഹൈറ്റ് ഉണ്ട്. ബട്ട് ദ മെറ്റിക്കുലസ് ഡീറ്റെയിൽസ് ആർ ഡിസൈഡഡ് ബൈ ആരാണ് അവിടെ താമസിക്കാൻ പോകുന്നത് എന്നുള്ള അനുസരിച്ചാണ്. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുവാൻ തക്കവണ്ണം ചില സ്പെസിഫിക്കേഷൻസ്, ചില മെഷർമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അതനുസരിച്ച് വേണം അവരുണ്ടാക്കാൻ. എല്ലാം മനസ്സിലായോ? അപ്പോൾ സഭയിൽ ദൈവം വസിക്കണമെന്നുണ്ടെങ്കിൽ വസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി കാണും. മെഷർമെൻറ്റ്സ് ഒന്നും കറക്റ്റല്ല, അളവുകളും തൂക്കങ്ങളൊന്നും ശരിയല്ല. എല്ലാം അവരവർക്ക് തോന്നിയ പോലെ പണിത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഗോഡ് ഫീൽസ് ഡിസ്കംഫർട്ടഡ്. അല്ല, ദൈവത്തിന് അവിടെ ഇരിക്കാനൊരു സുഖം തോന്നുന്നില്ല. സോ ഹി ഗോസ് ഔട്ട്. വേറെ എവിടെയെങ്കിലും നല്ല സ്ഥലമുണ്ടോ എന്ന് നോക്കി പോവുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അഭിമാനിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സഭകളിലൊക്കെ ഈ അളവും തൂക്കവും ഒക്കെ കൃത്യമായിട്ട് വരണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് അവിടെ വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഒന്നാമത് ഓർക്കുക. ഇനി എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവം വസിക്കുന്ന സഭ ഏത് തരത്തിലുള്ളതാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവൻ നിങ്ങളെയും ദൈവത്തിൻ്റെ വാസസ്ഥലം, നിവാസമാകേണ്ടതിന് നിങ്ങളെയും ആത്മാവിൽ ഒന്നിച്ച് പണിയുമ്പം പണിയിൽ ശരിയായ മെഷർമെൻറ്റിലുള്ള സാധനം അല്ലെങ്കിൽ ഈ ഒന്നിച്ച് പണി ശരിയാവില്ല, ചേർന്ന് പോവുകയല്ല. അപ്പോൾ ദൈവത്തിന് അവിടെ വസിക്കാനും പറ്റുകയില്ല. ദൈവം വസിക്കത്തക്ക തരത്തിൽ നമ്മളെയും സ്ട്രക്ചർ ചെയ്ത് ഭംഗിയായിട്ട് അളവ് തൂക്കമൊക്കെ നോക്കിയാണ് ദൈവം വളർത്തുന്നത്. അപ്പോൾ ആ അളവും തൂക്കമൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളും രൂപപ്പെടണം, അതനുസരിച്ച് പണിയപ്പെടണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് അവിടെ വസിക്കുവാൻ കഴിയുകയുള്ളൂ. സോ ദിസ് ഈസ് എ പിക്ചർ ഓഫ് ദ ചർച്ച്. ഇത് സഭയുടെ ഒരു ചിത്രമാണ് ഒരു ആംഗിളിൽ നിന്ന്. ഇനി വേറൊരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഭയുടെ ചരിത്രം ഇതിനകത്തുണ്ട്. സഭയുടെ ചരിത്രം പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദന്മാർ അല്ലെങ്കിൽ മരുഭൂമിയിലുണ്ടായിരുന്ന സഭ എന്ന് പറയുമ്പോൾ ജൂവിഷ് ചർച്ച്, ഇസ്രായേൽ, പഴയ ഇസ്രായേലായിരുന്നു ദൈവത്തിൻ്റെ പഴയ സഭയെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് പുതിയ നിയമ കാലഘട്ടത്തിൽ ഇപ്പം നമ്മളാണ് ദൈവത്തിൻ്റെ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സഭ. ഇനി നിത്യതയിൽ ഇത് രണ്ടും കൂടെ ചേരുന്നൊരു സഭയുണ്ട്. നിത്യതയിൽ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും എടുക്കപ്പെട്ടവർ ഒരുമിച്ച് ചേരുന്ന ഒരു സഭയുണ്ട്. അതാണ് സ്വർഗത്തിലെ ദേവാലയം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ചർച്ച് ഹിസ്റ്ററി. സഭയുടെ ചരിത്രം ഇവിടെയുണ്ട്. പ്രാകാരം പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ വിശ്വാസം, വിശുദ്ധ സ്ഥലം പുതിയ നിയമത്തിലെ നമ്മളുടെ വിശ്വാസവും ആചാരങ്ങളും, അതിവിശുദ്ധ സ്ഥലം, ഇത് രണ്ടും കൂടെ ചേർന്നത്. അങ്ങനെയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽസ് പുറകെ ഇപ്പോൾ എല്ലാം ഡീറ്റെയിൽ ചെയ്യുന്നില്ല, പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചു പോകാം. നൗ ദ നെക്സ്റ്റ് മീനിങ് ഓർ സിംബോളിസം ഈസ് ഓഫ് എ ബിലീവർ. ഇത് സഭയോടുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. രണ്ടാമത് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ നമ്മളുടെ വ്യക്തി ജീവിതങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് സമാഗമന കൂടാരം. കാരണം നമ്മൾ 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ ദാനമായി സോ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് അല്ലേ? പണ്ട് തിരുനിവാസമായിരുന്നു, സമാഗമന കൂടാരമായിരുന്നു ദൈവത്തിൻ്റെ മന്ദിരമെങ്കിൽ നൗ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഇപ്പോൾ ആരാ ദൈവത്തിൻ്റെ മന്ദിരം? ഞാനും നിങ്ങളും. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നാം നമുക്കുള്ളവർ അല്ല. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. 2 കൊരിന്ത്യ ലേഖനം 6-16. അതൊന്നും അടി വരച്ചാൽ മതി. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. വാക്യം കണ്ടോ ആരെങ്കിലും? വാക്യത്തിൻ്റെ ഇടയ്ക്കൊരു പ്രയോഗമാണ് അത് കണ്ടത്. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. സോ ഐ ആം ഗോഡ്സ് ടെമ്പിൾ, യു ആർ ഗോഡ്സ് ടെമ്പിൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ 3 സ്ഥലങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ശരീരം, മനസ്സ്, ആത്മാവ്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ ശരീരത്തിലല്ല, ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ മനസ്സിലല്ല, ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ ആത്മാവിലാണ്. എന്നാൽ
അതിൻ്റെ പ്രതിഫലനം എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും ഉണ്ടാകും. സോ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ആത്മാവ്, മനസ്സ്, അല്ലെങ്കിൽ ആത്മാവ്, ദേഹം, അതാണ് നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാകുമ്പോൾ ശരീരത്തിന് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഈ 3 ഭാഗങ്ങളുള്ളതുപോലെ ഈ ദേവാലയത്തിനും സമാഗമന കൂടാരത്തിനും 3 ഭാഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഈ 2 അനാലജീസാണ്, 2 ഉദാഹരണങ്ങളാണ്, വ്യാഖ്യാനങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. എൻ്റെ ഒരു ചിത്രം, ഞാനാകുന്ന സഭയുടെ ഒരു ചിത്രം. പിടികിട്ടിയല്ലോ? എൻ്റെ ചിത്രം, സഭയുടെ ചിത്രം ആണ് സമാഗമന കൂടാരത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതൊരു ഹെവൻലി റിയാലിറ്റിയുടെ പോർട്രയലാണെന്നും കൂടി ഓർത്തിരിക്കണം. സ്വർഗത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രീകരണമാണ്. നമ്മൾ നേരത്തെ വായിച്ചല്ലോ 9:23-24 എബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ചത് ഓർക്കുക. സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബം. ആ 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കാം ഒന്നുകൂടെ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23 and 24, 23-24 വാക്യങ്ങൾ. അടുത്ത വാക്യം, സ്വർഗീയമായവയ്ക്ക് ഇവയേക്കാൾ നല്ലത്, അതായത് ഈ ആലയത്തിൽ ഉണ്ടായിരുന്ന യാഗങ്ങളെക്കാൾ നല്ലത് ആവശ്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് വേഴ്സ്, ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി. അപ്പോൾ ഇത് വാസ്തവമല്ലായിരുന്നു, വാസ്തവമായതിൻ്റെ പ്രതിബിംബമാണ്. വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ ഒരു മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്ര. അപ്പം ഇങ്ങനെ ഒരു പ്രവേശനം, ഇവിടെ ഉണ്ടായിരുന്ന പ്രവേശനം പോലെ അവിടെ ഒരു പ്രവേശനം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എന്നേക്കുമുള്ളൊരു പ്രവേശനത്തിനുള്ള വഴി തുറന്നു എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി സംഭവിക്കാനിരിക്കുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് നമുക്ക് ഈ ടാബർനാക്കിളിൽ കാണാൻ കഴിയുന്നത് എന്ന് ഓർക്കുക. അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വായിച്ചതും കൂടി നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, ദ ടാബർനാക്കിൾ സ്പീക്സ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ഓൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ്. ഈ തിരുനിവാസം അല്ലെങ്കിൽ സാക്ഷ്യകൂടാരം, സമാഗമന കൂടാരം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിക്കുന്നു. ക്രിസ്തുവിൻ്റെ സവിശേഷതകൾ അതിൻ്റെ എല്ലാ അളവിലും തൂക്കത്തിലും പണികളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. യേശുക്രിസ്തു മഹാപുരോഹിതനാണ്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ, യേശുക്രിസ്തു നമുക്ക് പ്രതീകമായിട്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാം ഏറ്റവും വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള നിർമ്മിതിയാണ് ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് സമാഗമന കൂടാരം പഠിക്കുമ്പോൾ യേശുക്രിസ്തു ആരാണെന്നും നമ്മൾ ആരാണെന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നെങ്കിൽ വി ക്യാൻ എക്സാമിൻ ദി ഫർണിച്ചർ ഓർ ദി ഡീറ്റെയിൽസ്, ഫർണിഷിങ്സ് ഓഫ് ദി ടാബർനാക്കിൾ. ഈ സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ നിർമ്മാണവും ഒക്കെ ഏത് തരത്തിലാണെന്നുള്ളത് ചുരുക്കമായിട്ട് നമുക്ക് നോക്കാം. എല്ലാം ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നില്ല, സർവേ ക്ലാസ് ആയതുകൊണ്ട് അത്യാവശ്യം ചില കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ 7 ഉപകരണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ വാക്യങ്ങളുണ്ട്, പിന്നെ വായിപ്പിക്കാമെന്നും പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അപ്പോൾ വായിക്കാൻ പോവുകയാണ്. 31-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സാവകാശവും ശ്രദ്ധാപൂർവവും വായിക്കുക. 31 സമാഗമന കൂടാരവും സാക്ഷ്യപെട്ടകവും കൃപാസനവും ആ വായിച്ച വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വേദപുസ്തകത്തിലുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്ത് വായിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. 31-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, സമാഗമന കൂടാരവും അണ്ടർലൈൻ സാക്ഷ്യപ്പെട്ടകം, ആർക്ക് ഓഫ് കവനന്റ്, അതിന്മീതെയുള്ള കൃപാസനം. നമ്പർ 2, നമ്പർ 1 ഈസ് സാക്ഷ്യപ്പെട്ടകം, ആർക്ക് ഓഫ് കവനന്റ്.
നമ്പർ 2 ഈസ് കൃപാസനം, മേഴ്സി സീറ്റ്. കാണുന്നുണ്ടോ? കൂടാരത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും എന്ന് പറഞ്ഞാൽ അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് ഒരു കൂടാരമുണ്ട്. ആ കൂടാരത്തിന് ഈ പറഞ്ഞ 2 ഉപകരണങ്ങളല്ലാതെ ആക്സസറീസ് ഉണ്ട്. സോ ഓൾ ദി ആക്സസറീസ് ഓഫ് ദി മോസ്റ്റ് ഹോളി പ്ലേസ് ഓർ ദി സാങ്ക്ടം സാങ്ക്ടോറിയം ആൻഡ് ദ 2 ഫേർണിഷിങ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ്. ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്തെ 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങളുണ്ട്: സാക്ഷ്യപ്പെട്ടകം, കൃപാസനം, അതിനോട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് 8-ാം വാക്യത്തിൽ പറയുകയാണ് മേശ, കണ്ടോ, അതിൻ്റെ ഉപകരണങ്ങൾ, നിലവിളക്ക്, അതിൻ്റെ ഉപകരണങ്ങൾ, ധൂപപീഠം, അതിൻ്റെ ഉപകരണങ്ങൾ. എല്ലാവരും ശ്രദ്ധിച്ചോ? ബാക്കി നോക്കി കണ്ടോ? എല്ലാവരും അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? മേശ, നിലവിളക്ക്, ധൂപപീഠം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 3, 4, 5 എന്ന് അണ്ടർലൈൻ ചെയ്യാവുന്നതാണ്. 9-ാം വാക്യത്തിൽ പറയുകയാണ് ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളും, തൊട്ടിയും അതിൻ്റെ കാലും, എക്സെട്ര. അപ്പോൾ ഹോമയാഗപീഠം, തൊട്ടി, അതാണ് 6ഉം 7ഉം. അപ്പോൾ 7 ഉപകരണങ്ങളുടെയും പേര് ഈ 2-3 വാക്യങ്ങളിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ കരുതുന്നു. എഗെയിൻ അത് കഴിഞ്ഞിട്ട് പറയുകയാണ് അഹരോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങളും, പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും, അഭിഷേകത്തിനുള്ള തൈലം, സുഗന്ധ ധൂപവർഗം, എക്സെട്ര. അതിൻ്റെ അർത്ഥം ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഒരു പോർട്ടബിൾ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ മാത്രമല്ല. അവിടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ പുരോഹിതന്മാർ വേണം, ലേവ്യർ വേണം, അവർ പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, അവരുടെ അഭിഷേക തൈലം വേണം, അവർക്ക് ചില സുഗന്ധ വ്യഞ്ജനങ്ങൾ വേണം, അത് ധൂപം ഉണ്ടാകണമെങ്കിൽ ധൂപത്തിനകത്ത് ഇടാൻ ചില സാധനങ്ങൾ വേണം, ചില എണ്ണകൾ വേണം. അപ്പോൾ ആ സാധനങ്ങളെല്ലാം, തിരി വേണം, വിളക്ക് കത്തണമെങ്കിൽ തിരി വേണം. അപ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സമാഗമന കൂടാരം. സമാഗമന കൂടാരം എന്ന് പറയുന്നത് പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പിന്നെ 7 ഉപകരണങ്ങളും മാത്രമല്ല. അവിടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സഭയെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടവും ഒരു വാതിലും ഒരു ബോർഡും മാത്രമല്ലെന്ന്. അത് എളുപ്പമുള്ള കാര്യങ്ങളാണ് അല്ലേ? ഒരു കെട്ടിടം ഉണ്ടാക്കി ഒരു ബോർഡും വെച്ച് ഒരു പാസ്റ്ററെ നിയമിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ വേണേൽ അങ്ങനെ ആക്കി കളയാം. പക്ഷേ അവിടെ ആ ആത്മീയ ശുശ്രൂഷ നടക്കണമെന്നുണ്ടെങ്കിൽ അത് നടത്താൻ പാകമുള്ള ആളുകളും അവർക്ക് ചില പ്രത്യേകതരം വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായല്ലോ. 35-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട, ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 35-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതലൊന്ന് വായിച്ചു തുടങ്ങാം. മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്, യഹോവ കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാടെടുപ്പീൻ, നല്ല മനസ്സുള്ളവനെല്ലാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നു. അവരെന്തെല്ലാം പണിതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് 19-ാം വാക്യം വരെ വായിച്ചാൽ, ഹോംവർക്കാണ് കേട്ടോ, ഇപ്പം ഇവിടെ ഇരുന്ന് വായിക്കാനല്ല, കുറച്ചൊക്കെ ഹോംവർക്ക് ചെയ്തെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 19-ാം വാക്യം വരെ വായിച്ചാൽ അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തീർത്തതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസാണ്. ഇവർ ചെയ്തോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 39-ാം അധ്യായത്തിലേക്കൊന്ന് പോകാം. ചാപ്റ്റർ 39, 33 ഓൺവേർഡ്സ്. 39-ാം അധ്യായത്തിൻ്റെ 33 മുതൽ. അപ്പം പണി കഴിഞ്ഞു കേട്ടോ. ആദ്യം നമ്മൾ വായിച്ച 31-ാം അധ്യായത്തിൽ ഇങ്ങനെയൊക്കെ പണിയണമെന്നാണ് പറഞ്ഞത്. ഇപ്പം 39-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? എല്ലാം പണിതിട്ട് മോശയുടെ കൊണ്ടുവന്നു. അപ്പം എന്തെല്ലാം കൊണ്ടുവന്നു? കൂടാരവും അതിൻ്റെ ഉപകരണങ്ങൾ, കൊളുത്ത്, പലക, അന്താഴം, തൂണ്, ചുവട്, ചുവപ്പിച്ച ആട്ടുപറ്റൻ്റെ തോല്, പുറമൂടി, തകശുതോൽ, പുറമൂടി, മറയുടെ തിരശ്ശീല. ഒന്നും പിടികിട്ടിയില്ല, കുറേ പദങ്ങൾ കേട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും തിരക്കേടില്ല, കുറേ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇനി നോക്കുക 35-ാം വാക്യം. സാക്ഷ്യപ്പെട്ടകം കണ്ടോ, കൃപാസനം, മേശ, നിലവിളക്ക്. 38-ാം വാക്യത്തിലായി ഞാൻ. ധൂപപീഠം 39-ാം വാക്യം. യാഗപീഠം 40-ാം വാക്യത്തിനോട് ചേർന്ന് തൊട്ടി. കണ്ടോ? പുസ്തകമുള്ളവർ ആരെങ്കിലും കണ്ടോന്ന് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ? കണ്ടെങ്കിൽ കണ്ടെന്നൊന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാം. കണ്ടു, സ്തോത്രം. അപ്പോൾ ഈ വാക്യങ്ങളിലും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കൊണ്ടുവന്ന് പണിതു എന്ന് പറഞ്ഞിട്ടുണ്ട്. 42-ാം വാക്യം. ഇങ്ങനെ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു.
ഒരു പണിയും വിട്ട് കളഞ്ഞില്ല, എല്ലാ പണിയും തീർത്തു. അപ്പോൾ എല്ലാ പണിയും ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം ഇനി എന്തൊക്കെയാണ് ഇവർ പണിതതെന്ന്. എല്ലാ പണിയും തീർന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ച ക്ലാസ് തീർന്നെന്നായിരിക്കും. എല്ലാ പണിയും തീർന്ന് അവരിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങുകയാണ് കേട്ടോ. എന്താ നമ്മുടെ പണി? ഈ പണിതുകൊണ്ട് വെച്ച ഓരോ സാധനങ്ങളും എന്താണ്, എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഇന്നും ഇത് തീരുകയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്യാം. ഞാനൊരു ഹോംവർക്ക് തന്നു വിടാം. എന്താണെന്ന് ചോദിച്ചാൽ, പണിയാൻ പറഞ്ഞതും പണിതതും എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കാനായിട്ട് ഓരോ ഉപകരണത്തിൻ്റെയും പണിയാൻ പറഞ്ഞത് ഇൻസ്ട്രക്ഷനും പണിത് തീർത്ത ഇൻസ്ട്രക്ഷനും 2 പ്രാവശ്യം കാണുമെന്ന് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മനുഷ്യൻ്റെ ഓർഡറിൽ തന്നെ പോകാം. ഒന്നാമത് പണിതത് യാഗപീഠം. അപ്പോൾ യാഗപീഠം പണിയാനായിട്ട് ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ. വേണമെങ്കിൽ ആരെങ്കിലും ആ ഭാഗം എടുത്തിട്ട് തുടക്കം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഏതായാലും നമുക്കിന്ന് പഠിക്കാൻ സമയം തികയാത്തത് കൊണ്ട് സ്ലോലി പോയാൽ മതി. ഓക്കെ, വായിച്ചോ. വേണ്ട, യാഗപീഠം ഉണ്ടാക്കണം എന്ന് ദൈവം പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് താഴോട്ടുണ്ട്, ഹോംവർക്ക്. ഇനി ഉണ്ടാക്കി കഴിഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് 38-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ. 38-ന്റെ 1 മുതൽ 7 വരെ ഉണ്ടാക്കി. കണ്ടോ, അവൻ ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞതുപോലെയാണോ ഉണ്ടാക്കിയതെന്ന് അറിയണമെങ്കിൽ 2 അധ്യായം വായിക്കണം. ഏതൊക്കെ അധ്യായം വായിക്കണം? 27-ഉം 38-ഉം. ചിലരൊന്നും പറഞ്ഞില്ല, എല്ലാവരും നോക്കണം കേട്ടോ. 27-ഉം വായിക്കണം, 38-ഉം വായിക്കണം. ഈ 2 അധ്യായം കൂടെ കമ്പയർ ചെയ്ത് വായിക്കുമ്പോഴാണ് ഉണ്ടാക്കാൻ പറഞ്ഞതുപോലെ തന്നെയാണോ ഉണ്ടാക്കിയതെന്ന് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഉണ്ടാക്കിയത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് ഉണ്ടാക്കിയത് എങ്ങനെയായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ പറയാമോ, ഒറ്റ സെൻറ്റൻസിൽ പറയാമോ എന്ന് ചോദിച്ചാൽ ബാക്കി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് ഇങ്ങനെ പറയാം. അതൊരു സമചതുരമാണ്, സ്ക്വയറാണ്. ഇത് ഉണ്ടാക്കിയത് ഖദിരമരം കൊണ്ടാണ്. എന്നിട്ട് അതിനെ എന്തുകൊണ്ട് പൊതിഞ്ഞു? ഞാൻ ഒത്തിരി ഉത്തരങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വായിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ആളുകൾ ചുമട് മാറ്റി. ഇത്രയും നേരം സ്വർണം പറഞ്ഞവരൊക്കെ ഇപ്പോൾ ഇതൊക്കെ താമ്രത്തിലോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പകുതി സ്വർണവും പകുതി താമ്രവും ആക്കിയാലോ? പറ്റുകയില്ല. എന്തുകൊണ്ട് പൊതിഞ്ഞു? താമ്രം കൊണ്ട് പൊതിഞ്ഞു, പൊന്നുകൊണ്ടല്ല പൊതിഞ്ഞത്. അപ്പോൾ പൊന്നുകൊണ്ടുള്ളത് പൊന്നുകൊണ്ട് പൊതിയാവൂ. താമ്രം കൊണ്ടുള്ളതിനെ കയറി എന്തുകൊണ്ട് പൊതിയരുത്? അല്ല, അർത്ഥമൊക്കെ ആകപ്പാടെ മാറിപ്പോവും. താമ്രം എന്ന് പറഞ്ഞാൽ ന്യായവിധി എന്നാണ് അർത്ഥം വേദപുസ്തകത്തിൽ. താമ്രം കൊനോട്ട്സ് മീൻസ് ജഡ്ജ്മെൻറ്റ്, ദൈവത്തിൻ്റെ ന്യായവിധിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ആനിമലിനെ കില്ല് ചെയ്ത സ്ഥലത്ത് ആരായിരുന്നു ശരിക്കും മരിക്കേണ്ടത്? നമ്മളായിരുന്നു മരിക്കേണ്ടത്. അതിനു പകരം ദൈവം ആരെ ന്യായം വിധിച്ചു? ഈ മൃഗത്തെ ന്യായം വിധിച്ചു. നമ്മുടെ ശിക്ഷ ആ മൃഗം ഏറ്റെടുത്തു. അപ്പോൾ എന്ത് മനസ്സിലായി? ഇതുപോലെ ഒരു ബലി നടക്കാൻ പോകുന്നുണ്ട്. അന്ന് നമ്മുടെ എല്ലാവരുടെയും പാപം ആരേറ്റെടുക്കും? എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ് സാധിക്കാനായിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് യേശു കർത്താവ് പരമബലിയാകും എന്നുള്ള സൂചനയാണ് അവിടെ ലഭിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. രണ്ടാമത്തെ ഉപകരണം എന്താണ്? താമ്രത്തൊട്ടി. താമ്രത്തൊട്ടി ഉണ്ടാക്കാൻ പറഞ്ഞ കാര്യം 30-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെ. 30-ന്റെ 17 മുതൽ 21 വരെ. അപ്പോൾ ഒരു താമ്രത്തൊട്ടിയും ആ തൊട്ടി ഇങ്ങനെ നിൽക്കാനായിട്ട് സ്റ്റാൻഡ്, അതിന് കാലും ഉണ്ടാക്കണം. അതിന് കാലുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് വേണമെന്ന് അർത്ഥം. പൊങ്ങിയിരിക്കാനായിട്ട്, കൈ കഴുകാനായിട്ട് ഒത്തിരി കുനിയാതിരിക്കാനായിട്ടാണ് കൈയും കാലും. കുളിക്കാനാണോ? അല്ല, പിന്നെ കാലും കൈയും കഴുകാനായിട്ട്. അപ്പോൾ കാലും കൈയും കഴുകാനായിട്ടൊരു ഹൈറ്റ് കിട്ടാനായിട്ടാണ് അതിന് കാലുണ്ടാക്കണമെന്ന് പറഞ്ഞത്. അത് ഉണ്ടാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് 38-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 38 and 8. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. സഹോദരിമാരുടെ കണ്ണാടി കൊണ്ടാണ് ദർപ്പണം. അന്നേരം എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ടായിരിക്കും അങ്ങനെയൊന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവരുടെ ദർപ്പണങ്ങൾ കൊണ്ടാണ് ഈ താമ്രത്തൊട്ടി ഉണ്ടാക്കിയത്. മീനിങ് ആൻഡ് ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ മാറ്റുന്നു. ഓക്കെ. 3-ാമത്തെ ഉപകരണം എന്തായിരുന്നു?
നമ്മളിപ്പോൾ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുകയാണ്. അവിടെ മൂന്നാമതായിട്ടുണ്ടാക്കിയത് നിലവിളക്ക്. അത് ഞാൻ നിലവിളക്ക് എടുത്തതിൻ്റെ കാരണം ദൈവം ആദ്യം പറഞ്ഞത് ഉണ്ടാക്കാൻ പറഞ്ഞതിൽ ഒരു സാധനമാണ് നിലവിളക്ക്. 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെ കണ്ടോ, തങ്കം കൊണ്ടൊരു നിലവിളക്ക് ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് 37-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെ. 37-ന്റെ 17 ഉണ്ടാക്കി, മറ്റേത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഉണ്ടാക്കി. അപ്പോൾ ഈ 2 പ്രാവശ്യം വിവരിക്കുന്നത് അതുകൊണ്ടാണെന്ന് ഇപ്പോൾ കാര്യം മനസ്സിലായി കാണും. ഉണ്ടാക്കണമെന്ന് പറഞ്ഞതും ഉണ്ടാക്കിയതും. അപ്പം 25-ാം അധ്യായത്തിൽ ഉണ്ടാക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ, 37-ാം അധ്യായത്തിൽ ഉണ്ടാക്കിയത്. ഏതാ റെഫറൻസ്? ഉണ്ടാക്കാൻ പറഞ്ഞത് 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെ. ഉണ്ടാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് 37-ന്റെ 17 മുതൽ 24 വരെ. ഓക്കെ, ക്യാൻ ഐ ഗോ ഫോർവേഡ്? അപ്പം അതിൻ്റെ വ്യാഖ്യാനം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇതിന് അർത്ഥം കേൾക്കണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരണം കേട്ടോ, തീർച്ചയായിട്ടും. ഇനി 4-മത്തേത് കാഴ്ചയപ്പത്തിൻ്റെ മേശ. കാഴ്ചയപ്പത്തിൻ്റെ മേശ ഉണ്ടാക്കാൻ പറഞ്ഞത് 25-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെ. ഖദിരമരം കൊണ്ടൊരു മേശ ഉണ്ടാക്കണം. എന്നിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് 37-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ. മേശ ഉണ്ടാക്കി. അപ്പോൾ ഖദിരമരം കൊണ്ട് മേശ ഉണ്ടാക്കി. പിന്നെ വല്ലതും ചെയ്യണമായിരുന്നോ ഈ മേശയെ? പൊതിയണമായിരുന്നു. എന്തുകൊണ്ട്? ഇനി ഇപ്പം ആരും പറയുകയില്ലെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട് പൊതിയണം? തങ്കം കൊണ്ട് പൊതിയണം. തങ്കം ദൈവത്തിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്, ഗോഡ്സ് ക്യാരക്ടർ. അതുകൊണ്ടാണ് തങ്കം. കാരണം ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്? അക്കേഷ്യ അല്ലെങ്കിൽ ഖദിരമരം. അതിൻ്റെ പ്രത്യേകത ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. അക്കേഷ്യയാണ് ഖദിരമരം. ഖദിരമരം എന്ന് പറഞ്ഞാൽ അക്കേഷ്യയാണ്. അക്കേഷ്യ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായിട്ട് അക്കേഷ്യ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അക്കേഷ്യ ഒരു കഷ്ണം എടുത്തുകൊണ്ടൊന്ന് മില്ലിൽ പോയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ അക്കേഷ്യയുടെ പ്രത്യേകതയെന്ന്. ഇപ്പോൾ നമുക്ക് പ്ലെയിനിങ് മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേണ്ട പോലെ അത് പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റാത്തൊരു തടിയാണ് അക്കേഷ്യ. എപ്പോഴും ഇങ്ങനെ പരുവരാന്ന് ആര് പൊങ്ങി വന്നുകൊണ്ടിരിക്കും, അതിനകത്ത് മുള്ളു പോലെ. നമ്മുടെ സ്വഭാവമാണ്. എത്ര മിനുസപ്പെടുത്തിയാലും എവിടെയെങ്കിലും ഒരാര് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തമ്പുരാൻ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്തേക്കാം, ഇതിനെ തങ്കം കൊണ്ടങ്ങ് പൊതിഞ്ഞേക്കാം. മനസ്സിലായോ? കർത്താവ് അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ അതുകൊണ്ടേ രക്ഷപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തമ്പുരാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം, പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ആരൊക്കെ പൊങ്ങി ഇളങ്ങി നിന്നാൽ കർത്താവ് അവിടെ തള്ളി നേരെ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, കത്തിക്കാൻ കൊള്ളുള്ളൂ. എന്നാൽ അത് തങ്കം പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത് കേട്ടോ. അപ്പം അതൊന്ന്. മറ്റൊരു കാര്യം, യേശു കർത്താവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരേപോലെ അതിനകത്ത്. അകത്ത് നോക്കിയാൽ മനുഷ്യത്വമുണ്ട്, പുറത്ത് നോക്കിയാൽ ദൈവത്വം ഉണ്ടെന്ന്. അറ്റ് ദ സെയിം ടൈം യേശുവിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ കിടക്കുന്നതുകൊണ്ട് ഇത് മാത്രം പറഞ്ഞാൽ ശരിയായില്ല. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം ഇതുണ്ടാക്കാൻ പറഞ്ഞതും ഉണ്ടാക്കിയതും കണ്ടല്ലോ. ഇനിയും നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ ഉപകരണം എന്താണ്? ധൂപപീഠമാണ്. ധൂപപീഠം 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. ഒരു ധൂപപീഠം ഉണ്ടാക്കണം. ഉണ്ടാക്കിയ കാര്യം 37-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെ. ധൂപപീഠം ഉണ്ടാക്കി. ഈ ധൂപപീഠം എന്ത് ഷേപ്പ്, എന്ത് മെറ്റീരിയൽ ഓർമ്മയുണ്ടോ? ധൂപപീഠം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഖദിരമരം കൊണ്ട് സമചതുരമായിട്ടാണ് ഉണ്ടാക്കിയത്. അതും എന്തുകൊണ്ട് പൊതിഞ്ഞു? തങ്കം കൊണ്ട് പൊതിഞ്ഞു. ഖദിരമരം കൊണ്ടുണ്ടാക്കി, തങ്കം കൊണ്ട് പൊതിഞ്ഞു. അടുത്തത്, ഇപ്പം നമ്മളെവിടെ എത്തി? അതിവിശുദ്ധ സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ 2 ഉപകരണങ്ങളും കൂടി ഒറ്റയടിക്കുക കാണുന്നത്, നിയമപ്പെട്ടകവും കൃപാസനവും. നമുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത് 25-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 10 മുതൽ 22 വരെ. 2 ഉപകരണങ്ങൾ അവിടെയുണ്ട്. ഒരു പെട്ടകം ഉണ്ടാക്കണം. അപ്പം നീളവും വീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടകം ഉണ്ടാക്കണം. 17-ാം വാക്യം, കൃപാസനം ഉണ്ടാക്കണം. കണ്ടോ, കൃപാസനം തനി തങ്കമാണ്, അതിനകത്ത് തടിയൊന്നുമില്ല, കാരണം അവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ താഴെ ഇരിക്കുന്ന പെട്ടകത്തിന് ഖദിരമരമുണ്ട്,
അത് തങ്കം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കിയ വിവരം പറഞ്ഞിരിക്കുന്നു 37-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ. ഉണ്ടാക്കിയുണ്ടോ? കതിരമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കി, അതിനെ 6-ാം വാക്യം കൃപാസനം ഉണ്ടാക്കി, പെട്ടകം ഉണ്ടാക്കി, കൃപാസനവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ എല്ലാ ഉപകരണങ്ങളും ഉണ്ടാക്കി തീർത്തത്. എല്ലാവർക്കും കിട്ടിയോ വാക്യങ്ങളെല്ലാം കിട്ടിയോ എല്ലാവർക്കും? ഈ 7 ഉപകരണങ്ങളുടെയും ഉണ്ടാക്കാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷനും ഉണ്ടാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നതും ഇപ്പം രണ്ടും ഒരുമിച്ച് ഒരു എഴുതിയെടുത്തവർക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു, ഇല്ലേ? അപ്പോൾ ഇനി എന്താ ജോലി? ഇനി ഹോംവർക്ക് ചെയ്യണം. വീട്ടിൽ പോയിട്ട് ഇത് രണ്ടും കൂടി വായിച്ച് നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നും ഇത് ഏതെല്ലാം തരത്തിൽ നമുക്ക് പ്രയോജനം ഉണ്ടെന്നും ഒക്കെ ഉള്ളത് മനസ്സിലാക്കാം. എന്നിട്ട് മടങ്ങി വരുമ്പം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം, ബാക്കി പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇത് മാത്രമല്ല ഉണ്ടാക്കിയത്, ഇതിൻ്റെ കൂടെ പുരോഹിതന്മാരുടെ വസ്ത്രം ഉണ്ടാക്കി, ഇല്ലേ? പിന്നെ അഭിഷേകം ചെയ്യാനുള്ള തൈലം ഉണ്ടാക്കി, ധൂപവർഗം പുകയ്ക്കാനായിട്ടുള്ള കുന്തിരിക്കവും അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്തൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതെല്ലാം മനസ്സിലാക്കണം. ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളൊന്ന് ഓടിച്ച് വായിച്ചിട്ട് വരണം. ഓടിച്ചല്ല, മനസ്സിരുത്തി വായിച്ചിട്ട് വരണം. പിന്നെ മൂടുശീലകളുണ്ടായിരുന്നു. അത് പലതരത്തിലുള്ള ശീലകളുണ്ട്, പല മെറ്റീരിയൽസ് ഉണ്ട്. തഹശു തോലുണ്ട്, പിന്നെ ആട്ടുകൊറ്റൻ്റെ തോലുണ്ട്, നൂലുണ്ട്. ഇതെല്ലാം കൂടെ വീവ് ചെയ്തും പെയിൻറ്റ് ചെയ്തും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറേ ഡീറ്റെയിൽസൊക്കെ ക്ലാസ്സിൽ കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. കുറേയൊക്കെ അല്ലാതെ നിങ്ങൾക്ക് വായിച്ചാൽ പിടികിട്ടുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വരിക. ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പം വായിക്കുമ്പോൾ ഒരു മീനിങ് കിട്ടും. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്നത് സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, താമ്രമുണ്ട്, തടിയുണ്ട്, ലിനൻ അല്ലെങ്കിൽ ഫൈൻ ലിനൻ ഉണ്ട്, ഓയിലുണ്ട്, പിന്നെ ആട്ടുകൊറ്റന്മാരുടെ തോലും രോമവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മീനിങ് ഉണ്ട്. സ്വർണം എന്ന് പറയുന്നത് ദൈവത്വത്തെയാണ് കാണിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. വെള്ളി എന്ന് പറയുന്നത് വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. വെള്ളി ചിലയിടത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് ഷോസ് റിഡംഷൻ. സിൽവർ ഷോസ് റിഡംഷൻ ആൻഡ് ഗോൾഡ് ഷോസ് ദ ഡയറ്റി ഓഫ് ഗോഡ്. ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. ബ്രാസ് അല്ലെങ്കിൽ താമ്രം കാണിക്കുന്നത് ന്യായവിധിയാണ്, ജഡ്ജ്മെൻ്റാണ്. തടി അല്ലെങ്കിൽ വുഡ് കാണിക്കുന്നത് ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്, മനുഷ്യത്വമാണ്. തടി മനുഷ്യത്വത്തെ കാണിക്കുന്നത്, പരിവരുത്തിരിക്കുന്ന സ്മൂത്ത് ആകാത്ത യേശുക്രിസ്തുവിൻ്റെയും നമ്മുടെ എല്ലാം മനുഷ്യത്വം. പിന്നെ പലതരത്തിലുള്ള ലിനൻ ക്ലോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നീതിയാണ് കാണിക്കുന്നത്, നമ്മളെ ധരിപ്പിക്കുന്ന നീതി വസ്ത്രം, രക്ഷയുടെ നീതി വസ്ത്രത്തെക്കുറിച്ചാണ്. ഓയിൽ പിന്നെ എല്ലാവർക്കും അറിയാം. ഓയിൽ എന്തിനാണ് കാണിക്കുന്നത്? ഹോളി സ്പിരിറ്റിനെയാണ് കാണിക്കുന്നത്. പിന്നെ ആട്ടുകൊറ്റന്മാരുടെ തോലും അതുപോലെ തന്നെ അവരുടെ രോമമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രായശ്ചിത്തത്തെയാണ്, അറ്റോൺമെൻറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസിനെല്ലാം അർത്ഥമുണ്ട്. പിന്നെ ചിലതൊക്കെ നെയ്ത് ചേർക്കേണ്ടതാണ്. നെയ്ത് ചേർക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ നിറ്റ് ടുഗദർ ആകണം, എങ്ങനെ ചേർന്നിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ചിലതൊക്കെ അങ്ങനെയല്ല, കൊറോഡ് ചെയ്യാത്തതുണ്ട്, അപ്പം തുരുമ്പെടുക്കാൻ പാടില്ലാത്തതുണ്ട്. തുരുമ്പെടുക്കുന്ന ഒന്നും ഇതിനകത്തില്ല കേട്ടോ. ഈ ഉപയോഗിച്ചതിനകത്ത് ഏതിനകത്തെങ്കിലും ക്ലാവും തുരുമ്പും പിടിക്കുന്നത് ഒന്നുമില്ലെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ നമ്മളൊന്നും തുരുമ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം. കളറുകൾക്ക് അർത്ഥമുണ്ട്. ചിലതിനൊക്കെ ചില കളർ ഉപയോഗിക്കണം, ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാൻ പാടില്ല. വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. അപ്പം ഏതൊക്കെ കളർ ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിച്ചോളാനല്ല പറഞ്ഞിരിക്കുന്നത്. കളർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ബ്ലൂ, പേർപ്പിൾ, സ്കാർലറ്റ്, വൈറ്റ്. ഈ 4 കളേഴ്സാണ് ശരിയായിട്ട്. അതായത് ബ്ലൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നീല നിറം. പർപ്പിൾ എന്ന് പറഞ്ഞാൽ ധൂമ്രം അല്ലെങ്കിൽ ഒരു ചുവപ്പെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു കളറാണ്. പിന്നെ സ്കാർലറ്റ് എന്ന് പറയുന്നതാണ് റെഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കാർലറ്റ് നിങ്ങളുടെ പാപങ്ങൾ കടുചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ആയിരുന്നാലും സ്കാർലറ്റ് അവിടെയാണ് വരുന്നത്. പിന്നെ വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ ഷോസ് ഹെവൻലീസ്, സ്വർഗത്തെയാണ് കാണിക്കുന്നത്, ആത്മീയ. കാരണം നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ നീലാകാശമാണല്ലോ കാണുന്നത്. അപ്പം സ്വർഗത്തിൻ്റെ ഒരു പ്രതീകമാണ് ബ്ലൂ കളർ. പർപ്പിൾ കളർ ഷോസ് റോയൽറ്റി, രാജത്വത്തെയാണ് കാണിക്കുന്നത്. പർപ്പിൾ എന്ന് പറയുന്നത് രാജത്വം. സ്കാർലറ്റ് എന്ന് പറയുന്നത് സാക്രിഫൈസിനെയാണ്, അല്ലെങ്കിൽ ചുവപ്പ് കാണിക്കുന്നത് യാഗത്തെയാണ്. ചുവന്ന രക്തം, ചുവന്ന ആട്ടുകൊറ്റൻ തോൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ചുവപ്പിച്ച
ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ചുമന്ന നിറം കൊടുത്ത എന്നുള്ള അർത്ഥത്തിലാണ്. ആട്ടുകൊറ്റൻ്റെ തോലിന് ചുവന്ന നിറമല്ല, അതിന് ചുമല കളർ കൊടുക്കണമെന്നാണ്. ദാറ്റ് ഷോസ് അറ്റോൺമെൻറ്റ്, സാക്രിഫൈസ്. നമുക്ക് പകരമായിട്ടൊരു യാഗം നടന്നു. വൈറ്റ് പിന്നെ എല്ലാവർക്കും അറിയാം അല്ലേ, ഹോളിനെസ്, വിശുദ്ധിയെ കാണിക്കുന്നതാണ് വൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഈ മെറ്റീരിയൽസിന് ഉണ്ടെന്നുള്ളത് ഓർത്തുകൊണ്ട് ഇനിയത്തെ വർക്ക് വീട്ടിൽ വെച്ച് നിങ്ങളൊന്ന് ചെയ്തേച്ച് അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ ഈ 7 ഉപകരണങ്ങളുടെയും മീനിങ് എന്താണെന്നും അതുപോലെ തന്നെ ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തോട് എങ്ങനെ റിലേറ്റ് ചെയ്യണമെന്നും പുറപ്പാട് പുസ്തകത്തിൽ ദൈവം എങ്ങനെയൊക്കെയാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്നും കൂടിയൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ലേവ്യ പുസ്തകത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ അടുത്ത ക്ലാസ്സിൽ മിക്കവാറും പുറപ്പാട് പുസ്തകം തീർന്നു കിട്ടും എന്നാണ്. അങ്ങനെ തീരുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ലേവ്യ പുസ്തകത്തിലേക്കും കൂടി പോകും. അതുകൊണ്ട് 2 പുസ്തകവും വായിക്കുന്നത് നന്നായിരിക്കും. ഈ 2 കൂടെ വായിച്ചാലാണ് നമുക്ക് കണക്ഷൻ കിട്ടി കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. ഏതാണെങ്കിലും നമുക്ക് സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിബിംബമായിട്ട് ഇവിടെയും ഒരു ആലയം ഉണ്ടാക്കുവാൻ ദൈവം പറഞ്ഞു. ദൈവം ആലയത്തിൽ വസിക്കുവാൻ സന്നദ്ധനായി എന്നൊക്കെ ഉള്ളത് കാണിക്കുന്നതിൻ്റെ ഒരു ചെറിയ അർത്ഥം നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണ്, നമ്മിൽ ദൈവം വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിൻ്റെ സാന്നിധ്യം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കണം. നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളായിട്ട് വെളിപ്പെടണം. ദൈവ സാന്നിധ്യം അനേകർക്ക് നമ്മളിൽ അനുഭവിക്കുവാൻ കഴിയണം. ഈ ആലയത്തെക്കുറിച്ച് ശലോമോൻ്റെ കാലത്താണ് പറഞ്ഞത്, നിൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ പഠിച്ചു, പ്രാർത്ഥനാലയമായിരിക്കണം. ഇവിടെ നിന്ന് പ്രാർത്ഥന ഉയരണം, അനേകരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാൻ നമുക്ക് കഴിയണം. ആ തരത്തിൽ നമ്മുടെ ജീവിതങ്ങൾക്കൊരു വിടുതലും രൂപാന്തരവും ഉണ്ടാകുവാൻ തക്ക വേണം. ഇന്നത്തെ ക്ലാസ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം നമ്മളിൽ വസിച്ചുകൊണ്ട് ഇരിക്കുവാൻ തക്ക വേണം ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഈ പാർത്തലത്തിൻ്റെ സൃഷ്ടികർത്താവാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം ഓർത്ത് നമ്മളെ ദൈവത്തിന് സമർപ്പിച്ച് കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ പാപങ്ങളെ മുറ്റും താൻ ജീവനെ നൽകിയവൻ, പാപങ്ങളെ മുറ്റും താൻ ജീവനെ നൽകിയവൻ, വീണ്ടും മേഘവാഹനത്തിൽ കോടാകോടി തൻ ദൂതരുമാ, വീണ്ടും ദൂതരുമായ ആനന്ദമേ പരമാനന്ദമേ ഏതു സന്തോഷമേ, ആനന്ദമേ പരമാനന്ദമേ ഏതു ദോഷമേ, ഈ പാർത്തലത്തിൻ സൃഷ്ടിക്കാരൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ സൃഷ്ടിക്കാരനവൻ എൻ്റെ